വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മളെ പാഠം ഇളാഫത്ത് എന്നുള്ളതാണ്. എല്ലാവർക്കും പരിചയമുള്ള സാധനമാണ് ഇളാഫത്ത് എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ഇളാഫത്തിൻ്റെ പാഠത്തിൻ്റെ ചെറിയൊരു ഷോർട്ട്, മൊത്തമല്ല ചെറിയൊരു ഭാഗമാണ്. അപ്പോൾ ഇളാഫത്ത് ചെയ്യുന്ന സമയത്ത് മുലാഫിൽ നിന്ന് കളയപ്പെടേണ്ട വസ്തുക്കൾ തന്നെയാണ്. അപ്പോൾ കലമു സെയ്ദിൻ, കലമിൽ നിന്ന് കളയേണ്ട വസ്തുക്കൾ, അതാണ് മുലാഫല്ലോ. അപ്പോൾ അതിൽ നിന്ന് കളയപ്പെടേണ്ട വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യമായിട്ട് പറയുന്നത് ഏറാബിൻ്റെ നൂന്. ഏറാബിൻ്റെ നൂന് പറഞ്ഞാൽ ഏറാബിൻ്റെ അലാമത്തായി വരുന്ന നൂന് മുലാഫിലുണ്ടെങ്കിൽ അതിനെ കളയൽ നിർബന്ധമാണ്. ഏറാബിൻ്റെ അലാമത്തായിട്ട് വരുന്ന നൂന് എന്ന് പറഞ്ഞാൽ തസ്നിയത്തിൻ്റെ നൂന്, ജമ്മിൻ്റെ നൂന്, ജമ്മു മുദക്കർ സാലിമിന്, മുസ്ലിമൂന, മുസ്ലിമാനി, മുസന്ന. അപ്പോൾ അതാണ് ഏറാബിൻ്റെ നൂന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഏറാബിൻ്റെ അലാമത്തായിട്ട് വരുന്ന നൂനിനെ കളയണം. ഉദാഹരണത്തിന് ആദാ ഉലാമ സെയ്ദിൻ, ഉലാമാനി എന്ന് വേണ്ടതാണ്, ഉലാമ സെയ്ദിൻ എന്ന് പറയുന്നത് പോലെ. ഹൗലായി ബനൂന എന്ന് വേണ്ടെടുത്ത് ഇളാഫത്ത് ചെയ്യപ്പെട്ടപ്പോൾ ആ നൂന് കളഞ്ഞു, ഹൗലായി ബനൂഹു. ഇതുപോലെ ഏറാബിൻ്റെ അലാമത്തുകളായ തസ്നിയത്തിൻ്റെയും ജമ്മിൻ്റെയും നൂനുകൾ മുലാഫിലുണ്ടെങ്കിൽ അത് കളയപ്പെടണം. പിന്നെ കളയേണ്ട ഒരു സാധനമാണ് തൻവീൻ എന്നുള്ളത്. അപ്പോൾ കലമുൻ സെയ്ദിൻ എന്ന് പറയൂല, കലമുൻ എന്നതിലെ തൻവീന് കളഞ്ഞിട്ട് കലമു സെയ്ദിൻ എന്നേ പറയുള്ളൂ. അപ്പോൾ ഈ രണ്ട് വസ്തുക്കൾ മുലാഫിൽ നിന്ന് കളയപ്പെടണം. പിന്നെ ഒരു നിയമമാണ് ഇളാഫത്തിൻ്റെ സമയത്തുള്ളത്, ജുറ മുലാഫി ഇലേഹി. അതിൽ മുലാഫി ഇലേഹിന് ജറ് ചെയ്യപ്പെടണം. അപ്പോൾ ഈ ജറ് ചെയ്യുന്ന വസ്തു ഏതാണ്? ചില ആൾക്കാർ പറഞ്ഞു ഹർഫും മുഖദ്ദർ, അവിടെ മറിഞ്ഞു കിടക്കുന്ന ഒരു അർഫാണ് അതിനെ ജറ് ചെയ്യുന്നത്. അതൊന്നെങ്കിൽ ലാമായിരിക്കാം, അല്ലെങ്കിൽ മിൻ എന്ന അർഫായിരിക്കാം. അപ്പോൾ കലമു സെയ്ദിൻ എന്ന് പറഞ്ഞാൽ ആ സെയ്ദിന് ജറ് ചെയ്യുന്നത് ചില ആൾക്കാർ പറഞ്ഞു ലാമാണ്, കലമുൻ ലി സെയ്ദിൻ എന്നാണ്, അല്ലെങ്കിൽ കലമു മിൻ സെയ്ദിൻ, അങ്ങനെ അർഫ് കൊണ്ടാണെന്ന് ചില ആൾക്കാർ പറഞ്ഞു. ചില ആൾക്കാർ പറഞ്ഞു അതിന് ജറ് ചെയ്യുന്നത് മുലാഫാണ്, കലമി എന്നുള്ള മുലാഫാണ് സെയ്ദിന് ജറ് ചെയ്യുന്നതെന്ന് ചില ആൾക്കാർ പറഞ്ഞു. അതാണ് സ്വഹിയായ കോലും. ഇനി ഇളാഫത്ത് ഉണ്ടാകുന്നത് ഒന്നുകിൽ ലാമിൻ്റെ അർത്ഥത്തിലായിരിക്കും. ഇളാഫത്ത് ഒന്നുകിൽ ലാമിൻ്റെ അർത്ഥത്തിലായിരിക്കും. അപ്പോൾ എങ്ങനെ അർത്ഥം വരിക? കലമുൻ ലി സെയ്ദിൻ എന്നൊരു ലാമിൻ്റെ അർത്ഥത്തിൽ, അല്ലെങ്കിൽ മിൻ എന്നതിൻ്റെ അർത്ഥത്തിലോ ഫീയുടെ അർത്ഥത്തിലോ. കലമുൻ മിൻ സെയ്ദിൻ, കലമുൻ ഫീ സെയ്ദിൻ. അത് എപ്പോഴാണ് ലാമിൻ്റെ അർത്ഥത്തിൽ വരിക, എപ്പോഴാണ് മിന്നിൻ്റെ അർത്ഥത്തിൽ, എപ്പോഴാണ് ഫീൻ്റെ അർത്ഥത്തിൽ വരിക എന്ന് താഴെ പറയുന്നുണ്ട്. അപ്പോൾ അധിക നഹ്വീങ്ങളൊടുക്കലും പറയുന്നത് ഇളാഫത്ത് എന്നത് ലാമിൻ്റെ അർത്ഥത്തിലാണ്. പിന്നെ മുസന്നിഫ് പറയുന്നത് ഇളാഫത്ത് എന്നുള്ളത് മിന്നിൻ്റെയോ ഫീയുടെ അർത്ഥത്തിലാണ്. അപ്പോൾ മിന്നിൻ്റെ അർത്ഥത്തിൽ എപ്പോഴാണ് ഇളാഫത്ത് വരിക? മുലാഫി ഇലേഹി മുലാഫിൻ്റെ ജിൻസാവുകയാണെങ്കിലാണ്. മുലാഫി ഇലേഹി മുലാഫിൻ്റെ ജിൻസാവുകയാണെങ്കിൽ അത് മിന്നിൻ്റെ അർത്ഥത്തിലായിരിക്കും. ഉദാഹരണം ഹാദാ ഖാത്തമു ഫില്ലത്തിൻ. ഇവിടെ മുലാഫ് ഏതാണ്? ഖാത്തമാണ്. മുലാഫി ഇലേഹി ഫില്ലത്ത്. അപ്പോൾ ഫില്ലത്ത് എന്നുള്ളത് ഖാത്തമിൻ്റെ ഒരു ജിൻസാണ്. ഖാത്തമിന് ഒരുപാട് ഖാത്തമ് മോതിരം, മോതിരത്തിന് ഒരുപാട് ജിൻസ് ഉണ്ട്. വെള്ളിയുടെ മോതിരം, സ്വർണത്തിൻ്റെ മോതിരം, ചെമ്പിൻ്റെ മോതിരം, അങ്ങനെ ഒരുപാട് ജിൻസ് ഉണ്ട്. അപ്പോൾ മോതിരത്തിൻ്റെ ഒരു ജിൻസാണ് എന്ത്? ഫില്ലത്ത് എന്നുള്ളത്, വെള്ളി എന്നുള്ളത്. അപ്പോൾ മുലാഫി ഇലേഹി മുലാഫിൻ്റെ ഒരു ജിൻസാവുകയാണെങ്കിൽ അവിടെ മിന്നുകൊണ്ട് മിന്നിൻ്റെ അർത്ഥത്തിലായിരിക്കും ഇളാഫത്ത് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ആദാ ഖാത്തമുൻ മിൻ ഫില്ലത്ത് എന്നായിരിക്കും. അപ്പോൾ മിന്നിൻ്റെ അർത്ഥത്തിൽ എപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞു. ഇനി ഫീൻ്റെ അർത്ഥത്തിൽ വരുന്നത് മുലാഫി ഇലേഹി ലൊർഫാവുക. മുലാഫി ഇലേഹി ലൊർഫാവുകയാണെങ്കിൽ അവിടെ ഇളാഫത്ത് ഫീയുടെ അർത്ഥത്തിലായിരിക്കും. ഉദാഹരണം അയജബനി ലൊർബുൽ യൗമി. ഇവിടെ മുലാഫ് ലൊർബാണ്, യൗമ എന്നുള്ളതാണ് മുലാഫി ഇലേഹി. മുലാഫി ഇലേഹി ലൊർഫാണല്ലോ, യൗമ എന്നുള്ള ലൊർഫ് സമാനാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഇളാഫത്ത് ഫീയുടെ അർത്ഥത്തിലായിരിക്കും. അപ്പോൾ അയജബനി ലൊർബും ഫിൽ യൗമ് എന്നാണ് ആ ഇളാഫത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഫീയുടെ അർത്ഥത്തിൽ എപ്പോഴാണ് വരുന്നത്, എപ്പോഴാണ് മിന്നിൻ്റെ അർത്ഥത്തിൽ വരിക എന്ന് പറഞ്ഞു. ഇനി ലാമിൻ്റെ അർത്ഥത്തിൽ വരുന്നത് ഈ ഫീയും മിന്നും നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഫീൻ്റെ അർത്ഥത്തിൽ എപ്പോഴാണ് വരിക, മിന്നിൻ്റെ അർത്ഥത്തിൽ എപ്പോഴാണ് വരിക എന്ന് പറഞ്ഞല്ലോ. ഈ രണ്ട് അർത്ഥത്തിലല്ലെങ്കിൽ, അതായത് മുലാഫിയിലേഹി ലൊർഫാവാതിരുന്നാൽ, അല്ലെങ്കിൽ മുലാഫിയിലേഹി മുലാഫിൻ്റെ ജിൻസാവാതിരിക്കുക, അങ്ങനെയൊന്നും ആയിട്ടില്ലെങ്കിൽ പിന്നെയുള്ളത് ലാമിൻ്റെ അർത്ഥത്തിലായിരിക്കും. ഉദാഹരണം ആദാ ഗുലാമു സെയ്ദിൻ. ഇവിടെ സെയ്ദ് എന്നുള്ളത് മുലാഫിയിലേഹി ലൊർഫാണോ? അല്ല. ഗുലാമിൻ്റെ ജിൻസാണോ? അതുമല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് ലാമിൻ്റെ അർത്ഥത്തിലാണ്. അപ്പോൾ ആദാ ഗുലാമുൻ ലി സെയ്ദിൻ എന്ന് പറയുന്നത് പോലെ. ഇനി ഇളാഫത്ത് രണ്ട് വിധമുണ്ട്, മഹലുണ്ട്, ഗൈറു മഹലുണ്ട്.
ഗൈറു മഹ്ല് എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു പേരാണ് ലഫ്ലി എന്ന്. അതെന്തുകൊണ്ടാണ് പേര് വന്നതെന്ന് ശേഷം പറയും. ഗൈറു മഹ്ല് എന്ന് പറഞ്ഞാൽ ഇലാഫത്ത് വസ്ബിൻ അൽ മുഷാബി ഇൽ ഫീൽ മുലാരി, ഫീൽ മുലാരിയോട് സാദൃശ്യമുള്ള ഒരു വസ്ഫ്, അതിനെ അതിൻ്റെ മാമൂലിലേക്ക് ഇലാഫത്ത് ചെയ്യുക. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഫീൽ മുലാരിയോട് സാദൃശ്യമുള്ള വസ്ഫ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പെടും? ഇസ്മു ഫായിൽ പെടും, ഇസ്മു മഫൂൽ പെടും, സിഫത്ത് മുഷബ്ബഹ്. ഇത് 3 എണ്ണമാണ് ഫീൽ മുലാരിയോട് സാദൃശ്യമുള്ള വസ്ഫ് എന്ന് പറയൽ. അപ്പോൾ ഇസ്മു ഫായിലിന് എങ്ങനെ ഫീൽ മുലാരിനോട് സാദൃശ്യം എന്ന് പറയാം? കാരണം ഈ ലോരിബിന് എന്തർത്ഥം ഉണ്ടാവും? ഹാലിൻ്റെ അർത്ഥം ഉണ്ടാവും, മുസ്തഖ്ബിലിൻ്റെ അർത്ഥം ഉണ്ടാവും. അന ലോരിബ് സെയ്ദൻ എന്ന് പറഞ്ഞാൽ ഞാൻ സെയ്ദിനെ അടിക്കുന്നവനാണ്, ഹാലി ഇപ്പോൾ അടിക്കുന്നവനാണെന്ന് പറയാം. അന ലോരിബ് സെയ്ദൻ ഞാൻ പിന്നെ അടിക്കുന്നവനാണെന്നും പറയാം. അപ്പോൾ മുലാരിക്ക് അങ്ങനെ എൽറിബു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അടിക്കുന്നു, അടിക്കും, 2 അർത്ഥം ഉണ്ടല്ലോ. മുലാരിക്ക് ഹാലിൻ്റെ അർത്ഥമുണ്ട്, മുസ്തഖ്ബിലിൻ്റെ അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഫീല് മുലാരിയോട് സാദൃശ്യമുള്ള വസ്ഫുകൾ, അത് ഇസ്മു ഫായിൽ. ഇസ്മു ഫായിൽ എങ്ങനെയാണ് ഫീൽ മുലാരിനോട് സാദൃശ്യമെന്ന് മനസ്സിലായില്ലേ? കാരണം ഇസ്മു ഫായിലിന് ഇസ്മു മഫൂലിന് എന്ത് അർത്ഥം ഉണ്ടാവും? ഹാലിൻ്റെ അർത്ഥവും മുസ്തഖ്ബിലിൻ്റെ അർത്ഥവും ഉണ്ടാവും. അതുകൊണ്ടാണ് അത് ഫീൽ മുലാരിയോട് സാദൃശ്യമാണെന്ന് പറയും. ഇനി സിഫത്തുൽ മുഷബ്ബഹോ, സിഫത്ത് മുഷബ്ബഹ് എപ്പോഴും ഹാലിൻ്റെ അർത്ഥമേ ഉണ്ടാവും. അപ്പോൾ ഹാലിൻ്റെ അർത്ഥം ഉണ്ടാകുമ്പോൾ അത് എന്തിനോട് സാദൃശ്യമായി? ഫീൽ മുലാരിനോട് സാദൃശ്യമായി. അങ്ങനെ ഫീൽ മുലാരിയോട് സാദൃശ്യമുള്ള ഒരു വസ്തുവിനെ അതിൻ്റെ മാമൂലിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടാൽ അതിനാണ് ഗൈറു മഹ്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്മു ഫായിലിന് ഉദാഹരണം ഹാദാ ലോരിബ് സെയ്ദിൻ. ഇവിടെ മാമൂൽ ഏതാണ്? സെയ്ദാണ്. മാമൂൽ ചെയ്യുന്നത് പറഞ്ഞാൽ അമൽ ചെയ്യപ്പെട്ട വസ്തു. ലോരിബ് എന്ന മുലാഫ് കൊണ്ട് അമൽ ചെയ്യപ്പെട്ട വസ്തുവാണ് എന്ത്? സെയ്ദ്. അപ്പോൾ അതിന് മാമൂൽ എന്ന് പറയും. അപ്പോൾ ലോരിബ് എന്ന മുലാരിയായ ഫീലിനോട് സാദൃശ്യമുള്ള വസ്ഫ് എന്തായി? മാമൂലിലേക്ക്, സെയ്ദ് എന്ന മാമൂലിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടു. അതിനാണ് ഗൈറു മഹ്ല് എന്ന് പറയുക, ഇലാഫത്തിൻ്റെ ഒരിനം. അല്ലെങ്കിൽ ഇസ്മു മഫൂൽ മുലാരിയോട് സാദൃശ്യമുള്ള വസ്ഫാണ്. അപ്പോൾ അത് ആദാ മദ്റൂബുൽ അബി, ഇത് ഉപ്പയാൽ അടിക്കപ്പെട്ട ആളാണ്. ഇനി സിഫത്ത് മുഷബ്ബ ആണെങ്കിൽ ഹാദാ ഹസനുൽ വജ്ഹി, ഹസനി എന്നുള്ളത് സിഫത്ത് മുഷബ്ബയിൽ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും, അതിൻ്റെ വസ്നുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഹസനി എന്നുള്ളത് എന്ത് ചെയ്തു? വജ്ഹ് എന്നതിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടു. ഹസനി എന്നുള്ളത് ഫീൽ മുലാരിയോട് സാദൃശ്യമുള്ള വസ്ഫാണ്. കാരണം സിഫത്തുൽ മുഷബ്ബഹിൻ്റെ അർത്ഥം ഹാലിൻ്റെ അർത്ഥമായിരിക്കും. ഏതുപോലെ ഫീൽ മുലാരിക്ക് ഹാലിൻ്റെ അർത്ഥം ഉണ്ടല്ലോ, അതുപോലെ ഇതുപോലെ സിഫത്തും ഫീൽ മുലാരിയോട് സാദൃശ്യമുള്ള വസ്ഫുകൾ ഇലാഫത്ത് ചെയ്താലുള്ള ഉപകാരം എന്താണ്? യുഫീദു തഖ്ഫീഫൻ, ഹഫീഫയെ അത് ഫായിദപ്പിക്കും. ഹഫീഫയെ ഫായിദപ്പിക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും എങ്ങനെയാണ് വേണ്ടത്? ഹാദാ ലോരിബുൻ സെയ്ദിൻ, ഹാദാ ലോരിബുൻ സെയ്ദിൻ. ആ ലോരിബുൻ എന്ത് വേണം? തൻവീന് വേണം. അതിൻ്റെ തൻവീനിനെ കളഞ്ഞിട്ട് ഒരു ഹിഫത്ത് ഒരു ലഘൂകരണം നൽകി ഹഫീഫയാക്കി മാറ്റി. അതാണ് ഇതുകൊണ്ടുള്ള ഉപകാരം. ഹാദാ ലോരിബു സെയ്ദിൻ. അപ്പോൾ ഇവിടെ ഈ ഇലാഫത്ത് കൊണ്ട് ഫീൽ മുലാരിയോട് സാദൃശ്യമുള്ള ഒരു വസ്ഫിനെ അതിൻ്റെ മാമൂലിലേക്ക് ഇലാഫത്ത് ചെയ്യൽ കൊണ്ടുള്ള ഉപകാരം എന്തുമാത്രമാണ്? അത് ഹഫീഫയായിട്ട് മാറുന്നു. അപ്പോൾ ഈ ഉപകാരം കിട്ടുന്ന എന്തിനാണ്? ഒരു ലഫ്ലിന് ഉപകാരം കിട്ടുന്നുണ്ട് അല്ലേ? ലോരിബ് എന്ന ലഫ്ലിന് ഇവിടെ ഉപകാരം കിട്ടുന്നുണ്ടല്ലോ, അത് ഹഫീഫയായിട്ട് മാറുന്നു. തൻവീനാണ് ശരിക്കും വേണ്ടത്. ഹാദാ ലോരിബുൻ സെയ്ദിൻ എന്നാണ് വേണ്ടത്. അപ്പോൾ ഇലാഫത്ത് ചെയ്യപ്പെട്ടപ്പോൾ തൻവീന് കളഞ്ഞു, ഹാദാ ലോരിബു സെയ്ദിൻ, അങ്ങനെ ഹഫീഫയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഉപകാരം കിട്ടിയത് എന്തിനാണ്? ലോരിബ് എന്ന ലഫ്ലിനാണ്. അപ്പോൾ ഈ ഇലാഫത്ത് കൊണ്ട് ഉപകാരം കിട്ടുന്നത് ലഫ്ലിനാണ്. അതുകൊണ്ടാണ് ഈ ഇലാഫത്തിന് ലഫ്ലി എന്ന് പേര് വെച്ചത്. മനസ്സിലാക്കട്ടോ, ലഫ്ലി എന്ന് പേര് വെക്കാനുള്ള കാരണം മനസ്സിലായില്ലേ? ഈ ഇലാഫത്ത് കൊണ്ട്, അതായത് ഗൈറു മഹ്ലായ ഇലാഫത്ത് കൊണ്ട് ഉപകാരം കിട്ടുന്നത് ലഫ്ലിനാണ്. ഉപകാരം എന്താ? അത് ഹഫീഫയായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് ഇനി ലഫ്ലി എന്ന് പേര് വെച്ചു. ഇനി ഇസ്മു മഹ്ല് എന്ന് പേര് വെക്കാൻ കാരണം, ഇസ്മു മഹ്ല് എന്ന് പേര് വെക്കാൻ കാരണം ഇസ്മു മഹ്ല് എന്ന് പേര് വെക്കാൻ കാരണം നമ്മൾ ഗൈറു മഹ്ലും മഹ്ലുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇസ്മു മഹ്ല് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഇലാഫത്തല്ലാതെ പറയാൻ പറ്റൂല. മഹ്ല് നിന്ന് തനിച്ചത്, അതായത് അതൊരിക്കലും ഇലാഫത്തിൽ നിന്ന് രക്ഷപ്പെടൂല, എപ്പോൾ ഇലാഫത്തുണ്ടാവും. ഇപ്പോൾ സെയ്ദിൻ്റെ പേന എന്ന് പറയുകയാണെങ്കിൽ അവിടെ കലമു സെയ്ദ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? സെയ്ദിൻ്റെ പേന, ആ കലമ് എന്നതിന് സെയ്ദിലേക്ക് ഇലാഫത്ത് ചെയ്തുകൊണ്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ, വേറൊരു രീതിയിലും പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇനി ഇസ്മു മഹ്ല് എന്ന് പറഞ്ഞത്. അതായത് തനിച്ച ഇലാഫത്താണ്, ഒരിക്കലും അത് മാറ്റാൻ പറ്റൂല. മറിച്ച് ഇപ്പം നമ്മൾ പറഞ്ഞു ലോരിബ് സെയ്ദിന് ഏതാണ്? ഗൈറു മഹ്ല് അല്ലേ? ഹാദാ ലോരിബ് സെയ്ദിൻ, ഇത് സെയ്ദിനെ അടിച്ച ആളാകുന്നു. അത് നമുക്ക് ഈ ഇലാഫത്ത് ഇല്ലാതെയും പറയാം. ഹാദാ ലോരിബുൻ സെയ്ദൻ,
ഹാദാ ലാരിബുൻ സെയ്ദൻ. ഇലാഫത്ത് ഇല്ലാതെയും പറയാം. അവിടെ ഇലാഫത്ത് തനിച്ചതല്ല, ഗൈറു മഹ്ലാണ്, തനിച്ചതല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഗൈറു മഹ്ൽ എന്ന് വന്നത്. അപ്പോൾ ഈ സ്ഥലത്ത് ഏത് ഫീൽ മുലാരിയോട് സാദൃശ്യമായ വസ്ഫിനെ ഇലാഫത്ത് ചെയ്യുന്നില്ലേ, അവിടെ ഇലാഫത്ത് എന്തല്ല, തനിച്ചതല്ല, എപ്പോഴും ആവശ്യമില്ല, വേണമെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഗൈറു മഹ്ൽ എന്ന് പേര് വന്നത്. മറിച്ച് ഗൈറു മഹ്ൽ അല്ലാത്തതിന് ഉദാഹരണം, ഇപ്പോൾ ഗൈറു മഹ്ൽ ആയതിന് ഉദാഹരണം ലാരിബ് സെയ്ദിൻ, അതെങ്ങനെയും പറയാം, ലാരിബുൻ സെയ്ദൻ എന്നും പറയാം. അതിന് മഹ്ൽ എന്താണെന്ന് പറയണം. മഹ്ലിൻ്റെ വേറൊരു പേരാണ് മാനവിയ. ഗൈറു മഹ്ലിന് ലഫ്ലി എന്ന് പേരുണ്ട്. ലഫ്ലി പേര് വരാനുള്ള കാരണം പറഞ്ഞു. മഹ്ലിൻ്റെ അർത്ഥമാണ്, മഹ്ൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയും. അതിന് വേറൊരു പേരാണ് മാനവിയ. മഹ്ൽ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു വസ്ഫ്, മുലാരിയോട് സാദൃശ്യമുള്ള വസ്ഫ് അതിൻ്റെ മാമൂലിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെടുന്നതാണ് ഗൈറു മഹ്ൽ എന്ന് പറയാം. അതിന് ആ രീതിയിലുള്ള അല്ലാത്ത ഇലാഫത്തുകൾ, മുലാരിയോട് സാദൃശ്യമുള്ള വസ്ഫൊന്നുമല്ല, അങ്ങനത്തേന് ഇലാഫത്ത് ചെയ്യപ്പെടുന്നതിന് മഹ്ൽ എന്ന് പറയും. ഉദാഹരണം കലമു സെയ്ദിൻ. കലമ് എന്നുള്ളത് മുലാരിയോട് സാദൃശ്യമുള്ള വസ്ഫാണോ? കലമ് എന്നുള്ളത് വസ്ഫ അല്ല, ഇസ്മല്ലേ. അങ്ങനത്തെ സാധനത്തെ ഇലാഫത്ത് ചെയ്യുമ്പോൾ എന്ത് പറയും? അതിന് മഹ്ൽ എന്ന് പറയും. മഹ്ൽ എന്ന് പേര് വരാനുള്ള കാരണം പറഞ്ഞില്ലേ, കലമു സെയ്ദിൻ, അവിടെ ഇലാഫത്ത് നിർബന്ധമാണ്. സെയ്ദിൻ്റെ പേന എന്ന് പറയണമെങ്കിൽ അവിടെ ഇലാഫത്ത് നിർബന്ധമാണ്, ഇലാഫത്ത് ഇല്ലാതെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ഇലാഫത്ത് മഹലാണ്. മഹൽ എന്ന് പറഞ്ഞാൽ തനിച്ചതാണ്. ഇനി ഇത് മാനവി എന്ന് പേര് വെക്കാനുള്ള കാരണം നമ്മൾ പറയും. നമ്മൾ നേരത്തെ പറഞ്ഞു ഗൈറു മഹ്ലായ ഇലാഫത്ത് കൊണ്ടുള്ള ഉപകാരം എന്താണ്? തഖ്ഫീഫ് മാത്രമാണ്. അതിന് മഹ്ലായ ഇലാഫത്ത് കൊണ്ടുള്ള ഉപകാരം എന്താണ്? തഖ്സീസിനെയും ഫായിദ വെപ്പിക്കും. ഒന്നുകിൽ തഖ്സീസിനെ ഫായിദ വെപ്പിക്കും. തഖ്സീസ് എന്താണെന്ന് പറയും. മുലാഫി ഇലൈഹി നെക്കിറയാണെങ്കിൽ അത് തഖ്സീസിനെ ഫായിദ വെപ്പിക്കും. ഉദാഹരണം ആദാ ഗുലാമു ഇമ്രാത്തിൻ. ഇവിടെ മുലാഫിൽ ഏതാണ്? ഇമ്രാത്ത് എന്നുള്ളതാണ്. അത് നെക്കിറയാണ്. ഇമ്രാത്ത് നെക്കിറ അല്ലേ? അപ്പോൾ നെക്കിറയിലേക്ക് ഇലാഫത്ത് ചെയ്താൽ അവിടെ എന്താണ് കിട്ടുക? തഖ്സീസ് കിട്ടും. തഖ്സീസും എന്താണെന്നറിയോ? ഒരു പ്രത്യേകമാക്കൽ. ഇപ്പോൾ ഗുലാം എന്ന് പറഞ്ഞു, അടിമ, ഏതും അടിമയാവാം. അതിൽ ഒന്ന് പ്രത്യേകമാക്കി പറഞ്ഞു, ഗുലാം ഇമ്രാത്തിൻ, പെണ്ണിൻ്റെ അടിമ, ഒന്ന് പ്രത്യേകമാക്കി പറഞ്ഞു. പക്ഷേ മൈരിഫായി മാറുന്നുണ്ടോ? മൈരിഫ ആകുന്നില്ല കേട്ടോ. മൈരിഫ എപ്പോഴാണ്? മൈരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെടണം. നെക്കിറയിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടാൽ അവിടെ തഖ്സീസാണ് എന്താവുക? ഏത് പെണ്ണിൻ്റെ അടിമ എന്ന് കിട്ടിയോ നമുക്ക്? ഇല്ല, പെണ്ണിൻ്റെ അടിമ എന്നൊന്ന് പ്രത്യേകമാക്കി പറഞ്ഞു. ഗുലാം എന്ന് പറഞ്ഞാൽ അടിമ എന്നേ ഉള്ളൂ, ഏതെന്നൊന്നുമില്ല, ലോകത്തിലെ എല്ലാവരും. അതിനൊന്ന് ഒരു നെക്കീറയിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെടാൽ അവിടെ ഒന്ന് നമുക്ക് തഖ്സീസ് കിട്ടും, ഒരു പ്രത്യേക മാക്കുകൾ കിട്ടും. പെണ്ണിൻ്റെ അടിമ, ഏത് പെണ്ണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ മൈരിഫി ആയിട്ടില്ല, അത് ഒരു തഖ്സീസ് ആവുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മുലാഫി ഇലൈഹി നെക്കിറയാവുകയാണെങ്കിൽ ഈ മഹ്ലായ ഇലാഫത്ത് കൊണ്ട് എന്ത് കിട്ടും? ഉപകാരം കിട്ടും. തഖ്സീസിൻ്റെ ഉപകാരം കിട്ടും. അതുപോലെ താരീഫിൻ്റെ ഉപകാരവും കിട്ടും. താരീഫ് ആക്കുന്ന ഉപകാരവും കിട്ടും. എപ്പോൾ? മുലാഫി ഇലൈഹി മാരിഫയാണെങ്കിൽ. ഉദാഹരണം ആദാ ഗുലാമു സെയ്ദിൻ. സെയ്ദ് എന്നുള്ളത് മാരിഫയാണല്ലോ. അപ്പോൾ സെയ്ദ് എന്നുള്ള മാരിഫയിലേക്ക് ഗുലാമിന് ഇലാഫത്ത് ചെയ്യപ്പെട്ടപ്പോൾ എന്ത് ഉപകാരം കിട്ടി? താരീഫ് എന്ന ഉപകാരം കിട്ടി. അപ്പോൾ മഹ്ലായ ഇലാഫത്ത് കൊണ്ട് രണ്ട് ഉപകാരങ്ങളുണ്ട്. ഒന്ന് തഖ്സീസ്, പിന്നൊന്ന് താരീഫ്. തഖ്സീസ് കിട്ടുന്നത് നിക്കിറയിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെടുമ്പോൾ, താരീഫ് കിട്ടുന്നത് മാരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെടുന്ന സമയത്ത്. അപ്പോൾ ഈ രണ്ട് ഉപകാരങ്ങൾ എന്തുകൊണ്ട് കിട്ടൂല? ഗൈറു മഹ്ൽ കൊണ്ട് കിട്ടൂല. ഗൈറു മഹ്ൽ കൊണ്ട് കിട്ടുന്നത് എന്ത് മാത്രമാണ്? അത് തഖ്ഫീഫ് മാത്രമാണ്. അപ്പോൾ ഈ മഹ്ൽ കൊണ്ട് നമുക്ക് കിട്ടുന്ന രണ്ട് ഉപകാരങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഒന്ന് തഖ്സീസ്, പിന്നൊന്ന് താരീഫാണ്. ഇത് രണ്ടും അർത്ഥത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് അല്ലേ? അർത്ഥത്തിലാണ്. കാരണം ഉലാമു ഇമ്രാത്തിൻ, പെണ്ണിൻ്റെ അടിമ, അർത്ഥത്തിൽ ചെറിയ മാറ്റം വന്നു. അതെന്താ അർത്ഥത്തിൽ മാറ്റം വന്നത്? വെറും ഉലാമ് പറയുന്ന പോലെയല്ല ഉലാം ഇമ്രാത്ത് പറയുന്നത്. അതുപോലെ വെറും ഉലാമ് പറയുന്ന പോലെയല്ല ഉലാം സെയ്ദ് എന്ന് പറയുന്നത്. അർത്ഥത്തിൽ നമുക്കൊരു അറിവ് കിട്ടി, പുതിയ കുറച്ചും കൂടി അതിനെക്കുറിച്ച് അറിവ് കിട്ടി. അങ്ങനെ അർത്ഥത്തിൽ മാറ്റം വരുന്നതുകൊണ്ടാണ് മാനവീയ, അർത്ഥത്തിലുള്ള ഒരു ഉപകാരം നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് തഖ്സീസ് തഹരീഫായ ഉപകാരം. അതുകൊണ്ടാണ് അതിനെന്ത് പേര് വന്നത്? മാനവീയ എന്ന് പേര് വന്നത്. ഇനി ഹാദാ ലൊർബ് സെയ്ദിൻ, ഹാദാ ലോരിബ് സെയ്ദിൻ അംസ്. ഇവിടെ ശ്രദ്ധിക്കുക, ലൊർബ് എന്നുള്ളത് ഇത് ഏത് ഇനത്തിലെ പെടുക? മഹ്ലാണോ ഗൈർ മഹ്ലാണോ? ലൊർബ് എന്നുള്ളത് വസ്ഫാണോ? അല്ല, മസ്തറല്ലേ. അപ്പോൾ അതെങ്ങനെ എന്തായാലും മഹ്ലിലാണ് പെടുക. ഇനി ഹാദാ ലോരിബ് സെയ്ദിൻ അംസ്. ലോരിബ് എന്നുള്ളത് ശരിക്കും എന്തിലാണ് പെടേണ്ടത്? ഗൈർ മഹ്ലിലാണ് പെടേണ്ടത്. പക്ഷേ അവസാനം അംസ് എന്ന് വന്നാൽ ഹാദാ ലോരിബ് സെയ്ദിൻ അംസ്, അംസ് എന്ന് പറഞ്ഞാൽ ഇന്നലെ. അപ്പോൾ ലോരിബിൻ്റെ അർത്ഥം എന്തായി മാറി? മാലിൻ്റെ അർത്ഥമായിട്ട് മാറി. നമ്മൾ പറഞ്ഞു മുലാരിയോട് സാദൃശ്യമുള്ളതാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഈ ലോരിബ് എന്നുള്ള മുലാരിയോട് സാദൃശ്യമുണ്ടോ? ഇല്ല, ഇത് മാലിൻ്റെ അർത്ഥമാണ് അറിയിക്കുന്നത്. അപ്പോൾ ഇതും എന്തിൽ പെടും?
മഹലിലാണ് പെടുക. നേരത്തെ ശ്രദ്ധിക്കണം, വൈറു മഹലിൻ്റെ താരീഫ് ശരിക്കും മനസ്സിലാക്കിയാൽ മതി. മുലാരിയോട് സാദൃശ്യമുള്ളതാവണം. അപ്പോൾ ഹാദാ ലാരിബ് സെയ്ദിൻ അംസ് എന്ന് പറഞ്ഞാൽ ഇന്നലെ സെയ്ദിന് അടിച്ച ആളാണ് ഇതെന്ന് കിട്ടി. അപ്പോൾ ഈ ലാരിബ് എന്നുള്ളത് മഹലിന് പെട്ടതാണ്, വൈറു മഹലിൽ പെടൂല. കാരണം ഈ ലാരിബ് എന്തല്ല, മുലാരിയോട് സാദൃശ്യമുള്ള വസ്ഫല്ല. കാരണം ഹംസ് എന്ന് വന്നു, ഇന്നലെ എന്നർത്ഥം വന്നു, മാലിയുടെ അർത്ഥം വന്നു, അതുകൊണ്ട് അതിൽ പെടൂല. അതിന് 2 ഉദാഹരണങ്ങൾ പറഞ്ഞാണ് മഹലിൽ പെടുന്നതിന്. ഇനി ഒരു മുലാഫിൻ്റെ അസൽ എന്താണ്? അതിൽ അലിഫ് ലാമ് പ്രവേശിക്കൂല. കലമു സെയ്ദിന് അൽ കലമു സെയ്ദ് എന്ന് പറയുമോ? ഇല്ല, അലിഫ് ലാമ് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി ഗൈറു മഹലിൽ ചില സ്ഥലങ്ങളിൽ, ഗൈറു മഹലായ ഇലാഫത്ത് കേട്ടോ, ഗൈറു മഹലായ ഇലാഫത്തിൽ ചില സ്ഥലങ്ങളിൽ അൽ പ്രവേശിക്കാൻ പറ്റുന്നതുണ്ട്. അതിന് പക്ഷേ ഗൈറു മഹൽ എന്ന ഉദാഹരണം അറിയുമല്ലോ, ലാരിബ് സെയ്ദിൻ, അതിലെന്താക്കാവുന്നതാണ്, അലിഫ്ലാമ് പ്രവേശിക്കാം. പക്ഷെ ഷർത്തുണ്ട്. എന്താണ് ഷർത്ത്? ഒന്നാമത്തെ ഷർത്ത് മുലാഫി ഇലയിൽ അലിഫ്ലാം ഉണ്ടാവണം. 3 ഷർത്തുകളാണുള്ളത്. ആ 3 ഷർത്തിൽ ഏതെങ്കിലും ഒരു ഷർത്ത് ഉണ്ടായാൽ മുലാഫിൽ എന്താക്കാം, അലിഫ്ലാം പ്രവേശിക്കാം. ഒന്നെങ്കിൽ മുലാഫി ഇലയിൽ അലിഫ്ലാം ഉണ്ടാകും. അപ്പോൾ എന്ത് പറയാം? ഹാദാ അല്ലാരിബുർ റജലി എന്ന് പറയാം. ശരിയാണ്, ഹാദാ അല്ലാരിബുർ റജലി. കാരണം മുലാഫി ഇലൈഹിയായ റജുലിൽ എന്തുണ്ട്, അലിഫ്ലാം ഉണ്ട്. അപ്പോൾ മുലാഫിന് അലിഫ്ലാം കൊടുക്കാം. ഇനി ഹാദാ അല്ലാരിബ് റജുലിൻ എന്ന് പറയാൻ പറ്റൂല. കാരണം റജുലി എന്നതിന് എന്തില്ല, അലിഫ്ലാം ഇല്ല. അതുകൊണ്ട് ലാരിബിന് അലിഫ്ലാം കൊടുക്കാൻ പറ്റൂല. ഇനി രണ്ടാമത്തെ ഷർത്ത്, മുലാഫി ഇലൈഹിൽ അലിഫ്ലാം ഇല്ലെങ്കിലും മുലാഫി ഇലൈഹി ചേർക്കപ്പെടുന്ന ഒന്നിൽ അലിഫ്ലാം ഉണ്ടാവണം. മുലാഫി ഇലൈഹിൽ ഒന്നാമതേ പറഞ്ഞു മുലാഫി ഇലയിൽ അലിഫ്ലാം ഉണ്ടാവുക. രണ്ടാമത് പറയുന്നത് മുലാഫി ഇലൈഹിൽ അലിഫ്ലാം ഇല്ലെങ്കിൽ മുലാഫി ഇലൈഹി ഏതിലേക്കാണ് ചേർക്കപ്പെടുന്നത്, അതിൽ അലിഫ്ലാം ഉണ്ടാകും. ഇവിടെ ലാരിബു റഅസുൽ ജാനി, അപ്പോൾ റഅസ് എന്നുള്ളത് മുലാഫി ഇലൈഹിയാണ്, അതിൽ അലിഫ്ലാം ഇല്ല. അത് ചേർക്കപ്പെട്ടതിലേക്കാണ് അൽ ജാനിയിലാണ്, അതിൽ അലിഫ്ലാം ഉണ്ട്. അപ്പോൾ അല്ലാരിബ് എന്ന മുലാഫിന് എന്താക്കാം, അലിഫ്ലാം കൊടുക്കാവുന്നതാണ്. ഇനെങ്ങനെ പറയാൻ പറ്റൂല, അല്ലാരിബു റഅസു ജാനി എന്ന് പറയാൻ പറ്റൂല. കാരണം ജാനിക്ക് അലിഫ്ലാം ഇല്ല. അപ്പോൾ അല്ലാരിബ് എന്ന് പറയാൻ പറ്റൂല. ഒന്നുകിൽ മുലാഫി ഇലയിൽ അലിഫ്ലാം ഉണ്ടാവുക, അല്ലെങ്കിൽ മുലാഫി ഇലൈഹി ചേർക്കപ്പെടുന്ന ഒന്നിൽ അലിഫ്ലാം ഉണ്ടാവുക, അല്ലെങ്കിൽ മുലാഫ് മുസന്നയോ ജമ്മു മുദക്കർ സാലിമോ ആയിട്ട് വരിക. മുലാഫ് മുസന്നയോ ജമ്മു, ഹാവുലായി അല്ലാരിബു സെയ്ദിൻ, ഇവിടെ അല്ലാരിബു ജമ്മു മുദക്കർ സാലിമായിട്ട് വന്നു, അപ്പോൾ അലിഫ്ലാം ഇടാം. ഹാദാനി അല്ലാരിബ സെയ്ദിൻ ജമ്മു മുസന്നയായിട്ട് വന്നു, അപ്പോൾ അലിഫ്ലാം ഇടാം. അങ്ങനെ ഈ 3 നിയമങ്ങൾ ഉണ്ടെങ്കിൽ ഗൈറു മഹലിൽ അലിഫ്ലാം ഉണ്ടാവാം. ശരിക്കും മുലാഫിൽ അലിഫ്ലാം ഉണ്ടാവില്ല, ഗൈറു മഹലിൽ അലിഫ്ലാം ഉണ്ടാവാം ഷർത്തുകളോട് കൂടെ. ഇനി പറയുന്നത് ഒരു ഇസ്മ അർത്ഥത്തിൽ യോജിച്ച ഒരു വസ്തുവിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെടുകയില്ല. അർത്ഥത്തിൽ യോജിച്ച ഒരു വസ്തുവിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെടുകയില്ല. അർത്ഥത്തിൽ യോജിച്ചെന്ന് പറഞ്ഞാൽ 2 മുത്തറാദിഫുകൾ, ഇപ്പോൾ കംഹ് ബുറ്, കംഹും ബുറു ഒരേ അർത്ഥമാണ് 2. അപ്പോൾ കംഹ് ബുരി എന്ന് പറയാം. അതുകൊണ്ട് ഉപകാരമുണ്ടോ? നമ്മൾ ഇലാഫത്ത് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു? ഒന്നെങ്കിൽ തഖ്സീസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ താരീഫിന് വേണ്ടിയിട്ട്, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇലാഫത്ത് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ റജുൽ എന്ന് പറഞ്ഞു, എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഒരേ അർത്ഥത്തിലുള്ള 2 വസ്തുക്കൾ ഇലാഫത്ത് ചെയ്യൂല. കംഹുബുരിൻ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ സിഫത്തും മൗസൂഫ് ഒരിക്കലും ഇലാഫത്ത് ചെയ്യപ്പെടുകയില്ല. അതാണ് അർത്ഥത്തിൽ യോജിച്ച ഒരു വസ്തുവിലേക്ക് ഒരു ഇസ്മ ഒരിക്കലും ഇലാഫത്ത് ചെയ്യപ്പെടില്ല എന്ന് പറഞ്ഞാൽ 2 മുത്തറാദിഫുകൾ ഇലാഫത്ത് ചെയ്യപ്പെടുകയില്ല. മുത്തറാദിഫ് പറഞ്ഞാൽ ഒരു അർത്ഥത്തിലുള്ള വസ്തു അല്ലേ. അതേപോലെ സിഫത്തും മൗസൂഫ്, മുത്തറാദിഫിന് ഉദാഹരണമാണ് എന്ത്, കംഹുബുരി എന്ന് പറയുക, അതൊരിക്കലും ഇലാഫത്ത് ചെയ്യപ്പെടില്ല. അതുപോലെ റജുലുൻ കായിമിൻ സിഫത്ത് മൗസൂഫാണല്ലോ, അതൊരിക്കലും ഇലാഫത്ത് ചെയ്യപ്പെടില്ല. കാരണം അങ്ങനെ ഇലാഫത്ത് ചെയ്യൽ കൊണ്ട് എന്ത് ഉപകാരമില്ല, തഖ്സീസ് താരീഫ് എന്ന ഉപകാരം നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് അത് ഇലാഫത്ത് ചെയ്ത് വരില്ല. അങ്ങനെ എവിടെയെങ്കിലും ഇലാഫത്ത് ചെയ്ത് കണ്ടാലോ, ഒരു സിഫത്ത് മൗസൂഫ് ഇലാഫത്ത് ചെയ്ത് കണ്ടു, അല്ലെങ്കിൽ ഒരു 2 ഒരേ അർത്ഥത്തിലുള്ള വസ്തുക്കൾ ഇലാഫത്ത് ചെയ്ത് കണ്ടാൽ നമ്മളതിനെ തഅ്വീൽ ചെയ്യണം, വ്യാഖ്യാനിക്കണം. ഉദാഹരണത്തിന് സ്വലാത്തുൽ ഊല, ഇവിടെ സിഫത്ത് മൗസൂഫ് ഇലാഫത്ത് ചെയ്യപ്പെട്ടു. സ്വലാത്ത് അൽ ഊല, ഒന്നാമത്തെ നിസ്കാരം എന്ന് പറയില്ലേ. അങ്ങനെ ഇലാഫത്ത് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ എന്ത് വ്യാഖ്യാനിക്കാം? അൽ ഊല എന്നുള്ളത് സ്വലാത്തിൻ്റെ സിഫത്തല്ല. അൽ ഊല എന്നുള്ളത് ഇവിടെ മുലാഫിലെ ശരിക്കും കളയപ്പെട്ടിട്ടുണ്ടെന്ന് സങ്കല്പിക്കാം. എങ്ങനെയാ? സ്വലാത്തു അസ്സാഅത്തിൽ ഊല, ഇവിടെ അസ്സാഅത്ത് എന്ന മുലാഫിലെ കളയപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ സിഫത്താണ് ഊല എന്നുള്ളത്. അപ്പോൾ ഊലയിലേക്ക് സ്വലാത്ത് എന്നത് ഇലാഫത്ത് ചെയ്യപ്പെട്ടു. അപ്പോൾ സ്വലാത്ത് എന്നുള്ളത് എന്തിലേക്കല്ല ഇലാഫത്ത് ചെയ്യപ്പെട്ടത്? അതിൻ്റെ സിഫത്തിലേക്കല്ല, വേറെ ഒന്നിൻ്റെ സിഫത്തിലേക്കാണ്. അപ്പോൾ പ്രശ്നമല്ല, വേറൊന്നിൻ്റെ സിഫത്തിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെടാം, സ്വന്തമായ സിഫത്തിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെടാൻ പറ്റൂല. ഇവിടെ ശരിക്കും മുലാഫിൽ ഏതാണ്? സാഅത്ത് എന്നുള്ളതാണ്. ആ സാഅത്ത് കളഞ്ഞിട്ടുണ്ട്, എന്നിട്ട് ഇതിൻ്റെ സിഫത്തിലേക്ക് സ്വലാത്ത് എന്നത് ഇലാഫത്ത് ചെയ്യപ്പെട്ടതാണ് എന്ന് നമ്മൾ വ്യാഖ്യാനിക്കണം. ഇനി ഹാദാ യൗമുൽ ഖമീസ്, ഇവിടെ എന്താണ്? യൗമ് എന്നുള്ളത് ദിവസം, ഖമീസ് എന്ന് പറഞ്ഞ ഒരു ദിവസം തന്നെയല്ലേ, 2 ഒരേ മുത്രാദിഫാണ്.
അത് രണ്ട് ഇലാഫത്ത് ചെയ്യപ്പെട്ടു വന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സങ്കല്പിക്കേണ്ടത്? ഈ യൗമ് എന്നുള്ളത് ഹാദാ മുസമ്മ അൽ ഖമീസ്, ഇത് വ്യായം എന്ന് വിളിക്കപ്പെടുന്നതാണ്. യൗമിനെ എന്താക്കുക? മുസമ്മ എന്ന് സങ്കല്പിക്കുക, വ്യാഖ്യാനിക്കുക. യൗമ് എന്നുള്ളത് യൗമുൻ മുസമ്മ, വിളിക്കപ്പെടുന്ന ദിവസമാണ്. അൽ ഖമീസ്, ഖമീസ് എന്ന് വിളിക്കപ്പെടുന്ന ദിവസമാണ് എന്ന് വ്യാഖ്യാനിക്കുക. അപ്പോൾ ശരിക്കും സിഫത്തും മൗസൂഫും ഇലാഫത്ത് ചെയ്യപ്പെടൂല. പിന്നെയോ അതുപോലെ രണ്ട് മുത്തറാദിഫുകൾ ഇലാഫത്ത് ചെയ്യപ്പെടൂല. അങ്ങനെ കണ്ടാൽ നമ്മൾ എന്താക്കണം? വ്യാഖ്യാനിക്കണം. ഇനി മുലാഫ് ഇലൈഹി മുഅന്നസ് ആണെങ്കിൽ അതിലേക്ക് ഇലാഫത്ത് ചെയ്യൽ കൊണ്ട് മുലാഫിനെയും നമുക്ക് മുഅന്നസ് ആക്കാം. മുലാഫ് ഇലൈഹി മുഅന്നസ് ആണെങ്കിൽ അതിലേക്ക് ചേർക്കൽ കൊണ്ട് മുലാഫിനെയും നമുക്ക് മുഅന്നസ് ആക്കാവുന്നതാണ്. അതേപോലെ മുലാഫ് ഇലൈഹി മുദക്കറാണെങ്കിൽ അതിലേക്ക് ചേർക്കൽ കൊണ്ട് നമുക്ക് മുലാഫിനെയും മുദക്കറാക്കാം. ഉദാഹരണം പറയാം. പക്ഷേ അവിടെ ഷർത്തുണ്ട്. എന്താ ഷർത്ത്? ആ മുലാഫിനെ കളഞ്ഞിട്ട് മുലാഫ് ഇലൈഹിനെ അതിൻ്റെ സ്ഥാനത്ത് വെച്ച് കൊടുക്കാൻ പറ്റണം. ഉദാഹരണം ഇപ്പോൾ പറയാം. കത്തായത്തു ബാല അസാബിഹി, കത്തായത്തു ഞാൻ മുറിച്ചു, ബാല അസാബിഹി അവൻ്റെ വിരലുകളിൽ നിന്ന് ചിലത് മുറിച്ചു. ഇവിടെ മുലാഫിൽ ഏതാണ്? അസാബി എന്നുള്ളതാണ്. അപ്പോൾ അത് മുഅന്നസാണ്. നമ്മൾ പറഞ്ഞത് ആ മുഅന്നസിലേക്ക് ഇലാഫത്ത് ചെയ്യൽ കൊണ്ട് ബാല് എന്നതിനെ നമുക്ക് എന്താക്കാം? മുഅന്നസാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ശരിയാവും. കത്തായത്തു ബാല അസാബിഹി എന്ന് നമുക്ക് വെക്കാം. ആ അസാബി മുഅന്നസായതുകൊണ്ട് അതിലേക്ക് ഇലാഫത്ത് ചെയ്യൽ കൊണ്ട് നമുക്ക് എന്തും പറയാം? ബാല് എന്നുള്ളത് മുഅന്നസാണെന്ന് പറയാം. പക്ഷേ ഷർത്ത് എന്താണ്? മുലാഫിനെ കളഞ്ഞിട്ട് മുലാഫി ഇലയിനെ അവിടെ വെച്ചു കൊടുക്കാൻ പറ്റണം. മുലാഫ് ഏതാ? ബാലിനെ കളയുക, എന്നിട്ട് മുലാഫി ഇലയെ അസാബിനെ വെച്ചു കൊടുക്കാൻ പറ്റണം. അപ്പോൾ കത്താഴത്തു അസാബിയോ, അവൻ്റെ വിരലിനെ മുറിച്ചു, അർത്ഥത്തിനൊന്നും പ്രശ്നമുണ്ടോ? ബാല അസാബി എന്ന് പറഞ്ഞാലും അസാബി എന്ന് പറഞ്ഞാൽ അർത്ഥത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ വെക്കാൻ പറ്റുന്നുണ്ട്, അപ്പോൾ പ്രശ്നമില്ല. ഇനി നേരെ മറിച്ച് മുലാഫി ഇലൈഹി മുദക്കറാണെങ്കിലോ? ഉദാഹരണം ഇന്ന റഹ്മത്തല്ലാഹി കരീബ്, ഇവിടെ മുലാഫിൽ ഏതാണ്? അള്ളാഹ് എന്നുള്ളതാണ്. അപ്പോൾ റഹ്മത്ത് എന്നുള്ളത് മുലാഫാണ്. അപ്പോൾ മുദക്കറായ അള്ളാഹിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടപ്പോൾ നമ്മൾ എന്താക്കി? റഹ്മത്തിനെയും മുദക്കറാക്കി. അപ്പോൾ ഇന്ന റഹ്മത്തല്ലാഹി കരീബ്, ശരിക്കും എന്താണ്? കരീബത്ത് എന്നാണ് വേണ്ടത്. റഹ്മത്തിനെ മുഅന്നസാണ് കരീബത്ത് എന്നാണ് വേണ്ടത്. പക്ഷെ നമ്മളതിന് മുദക്കറായി കണ്ടു. എങ്ങനെ? അത് മുദക്കറിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടത് കൊണ്ട് മുലാഫിനെയും മുദക്കറായിക്ക് കൊണ്ടുവന്നു. അങ്ങനെയും പറ്റുന്നതാണ്. അപ്പോൾ മുലാഫി ഇലൈഹി മുദക്കറാണെങ്കിൽ അതിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെടുന്ന മുലാഫിനെയും നമുക്ക് എന്താക്കാം? മുദക്കറാക്കാം. അത് മുഅന്നസാണെങ്കിൽ മുലാഫിനെയും മുഅന്നസാക്കാം. പക്ഷെ ഷർത്ത് എന്താണ്? മുലാഫിനെ കളഞ്ഞിട്ട് അതിൻ്റെ സ്ഥാനത്ത് മുലാഫി ഇലൈഹിനെ വെക്കാൻ പറ്റണം. അപ്പോൾ ഇവിടെ എന്താ? റഹ്മത്ത് എന്ന മുലാഫിനെ കളയാം. ഇന്നല്ലാഹ കരീബ് എന്ന് പറഞ്ഞ അർത്ഥത്തിനൊന്നും പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പോൾ ഇനി ഷർത്ത് ഇല്ലാത്തത്, ഷർത്ത് എന്താ? മുലാഫി ഇലൈഹിനെ കളഞ്ഞിട്ട് മുലാഫിനെ കളഞ്ഞിട്ട് മുലാഫി ഇലൈഹിനെ വെക്കാൻ പറ്റണമെന്നല്ലേ? ഇപ്പോൾ ഖറജത്ത് ഗുലാമു ഹിന്ദിൻ, ഖറജത്ത് ഹുലാമി ഇന്ദിൻ, ഇവിടെ നമ്മൾ എന്താക്കി? ഗുലാമിനെ മുഅന്നസാക്കി കൊണ്ടുവന്നു മുലാഫിനെ. കാരണം എന്താ? മുലാഫി ഇലയിലേക്ക് ചേർക്കപ്പെട്ടു. ഹിന്ദിലേക്ക് മുഅന്നസാണല്ലോ, അതിലേക്ക് ചേർക്കപ്പെട്ടപ്പോൾ ഗുലാമി എന്നുള്ളത് മുഅന്നസാണെന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? ഖറജത്ത് എന്ന് പറഞ്ഞു. പക്ഷേ ശരിക്കും പറയാൻ പറ്റൂല. കാരണം മുലാഫിനോട് കളഞ്ഞു, ഗുലാമിനെ കളഞ്ഞു, എന്നിട്ട് ഹിന്ദ് എന്ന് പറയാൻ പറ്റുമോ? ഖറജത്ത് ഹിന്ദ് എന്ന് പറഞ്ഞു, ഹിന്ദ് പുറപ്പെട്ടു. അപ്പോൾ നമ്മൾ ശരിക്കും അർത്ഥം കിട്ടുമോ? ശരിക്കും നമ്മൾ ഉദ്ദേശിച്ചത് ഗുലാമി ഹിന്ദ് പുറപ്പെട്ടു എന്നല്ല, ഹിന്ദിൻ്റെ അടിമ പുറപ്പെട്ടു എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഗുലാമിനെ കളഞ്ഞാൽ അർത്ഥം നമുക്ക് കിട്ടൂല. അപ്പോൾ എന്താവില്ല? ശരിയാവില്ല. ഇവിടെ മുലാഫിൻ്റെ സ്ഥാനത്ത് മുലാഫിയിലേക്ക് വെക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇവിടെ ഗുലാമിനെ എന്താക്കാൻ കൊണ്ടുവരാൻ പറ്റൂല? മുഅന്നസായി കൊണ്ടുവരാൻ പറ്റൂല. ഖറജ ഗുലാമി ഹിന്ദ് തന്നെ പറയണം, ഖറജത്ത് എന്ന് പറയാൻ പറ്റൂല. ഇതാണ് മുലാഫിൻ്റെ ചെറിയൊരു ഭാഗം. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് എൻ്റെ പാഠം നോക്കാം. നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് അർത്ഥം വെച്ച് നോക്കാം. അത്രയേ ഉള്ളൂ. നൂന തലിൽ ഏറാബ, ഏറാബിനോട് അടുത്തു വരുന്ന നൂനുകൾ. ഇപ്പോൾ മുസ്ലിമാനി, ഇവിടെ ഈ മുസ്ലിമാനി എന്ന മുസന്നയിൽ ഏറാബിനെ കണക്കാക്കുന്ന ഏതാ? ആ അലിഫല്ലേ? മുസ്ലിമാനി അലിഫാണ്. കാരണം മുസ്ലിമേനി നാവും, നസ്ബിൻ്റെ സമയത്ത് ജറിൻ്റെ സമയത്ത് മുസ്ലിമേനി നാവും. അപ്പോൾ അവിടെ അലിഫ് ഏറാബിനെ കണക്കാക്കുന്നത് ആ അലിഫാണ്. അപ്പോൾ ഏറാബിൻ്റെ അലാമത്ത് ഏതാണ്? അലിഫാണ്. ആ അലിഫിനോട് അടുത്തു വരുന്ന നൂന്, അതാണ് ഉദ്ദേശിക്കുന്നത്. നൂനൻ തലിൽ ഏറാബ, ഏറാബിൻ്റെ അലാമത്തിനോട് അടുത്തു വരുന്ന നൂനുകൾ. അപ്പോൾ അലിഫിനോട് അടുത്തു വരുന്ന നൂൻ മുസ്ലിമാനി, മുസ്ലിമൂന. അപ്പോൾ ഏറാബിൻ്റെ അലാമത്തിനെ അവിടെ അടുത്തു വരുന്ന നൂനിനെയും ഔ തൻവീനിനെയും മിമ്മാ തുലീഫു ഇലാഫത്ത് ചെയ്യപ്പെടുന്നതിൽ നിന്ന്, അതായത് മുലാഫിൽ നിന്ന് ഹെദിഫിനെ കളയുക. ഏതുപോലെ? കതൂരി സീനീന. അപ്പോൾ ഏതുപോലെ? സീനീന, സീനീൻ കേട്ടോ, അവിടെ നൂന് കളഞ്ഞു.
ഒന്ന് വസാനി ഇജറുൻ രണ്ടാമത്തേനി അതായത് മുലാഫിലേനി ഇജറുൻ നീ ജറ് ചെയ്യുക. വൻവി നീ സങ്കല്പിക്കുക, മിൻ എന്ന് സങ്കല്പിക്കുക, ഔ ഫി എന്ന് ഇനി സങ്കല്പിക്കുക. ഇതാലും യസ്ലുഹ് ഇല്ലാതാക്കുക, അതല്ലാത്തതിന് പറ്റിയിട്ടില്ലെങ്കിൽ, വേറൊരർത്ഥവും സങ്കല്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മിൻ എന്നും ഫി എന്നും സങ്കല്പിക്കുക. വല്ലാമുഹുദ വല്ലാമി എന്നതിൽ സ്വീകരിക്കുക, ലിമാ സിവാദൈനിക്ക അതല്ലാത്ത സമയത്ത്. നമ്മൾ മിൻ ഫി പറഞ്ഞില്ലേ, അതല്ലാത്ത സമയത്ത് നീ എന്തിനെടുക്കുക, ലാമിനെ എടുക്കുക. വഖ്സുസ് അവലൻ ഒന്നാമത്തെ ഇനി തഖ്സീസ് ആക്കുക, അതായത് മുലാഫിനെ തഖ്സീസ് ആക്കുക. ഔ ഈ താരിഫ അല്ലെങ്കിൽ അതിനെ മാരിഫയാക്കുക, താരിഫ് നൽകുക എന്ന് പറഞ്ഞാൽ മാരിഫ നൽകുക. ബില്ലദി തല അതിനോട് അടുത്തു വരുന്നത് കൊണ്ട്, അടുത്തു വരുന്നത് ഏതാ, മുലാഫി ഇലൈഹി അല്ലേ. അപ്പോൾ മുലാഫി ഇലൈഹി കൊണ്ട് മുലാഫിനെ എന്താക്കാം, ഒന്നെങ്കിൽ തഖ്സീസ് ആക്കാം അല്ലെങ്കിൽ മാരിഫയാക്കാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഷറ് പെട്ടെന്ന് വായിച്ചു നോക്കാം. ഇതാ ഒരു ഇലാഫത്ത് ഇസ്മിൻ, ഒരു ഇസ്മിനെ ഇലാഫത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, ഇല്ല ആഖർ വേറൊരു ഇസ്മിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ട ഉദ്ദേശിച്ചാൽ, ഹുദിഫ മാഫിൽ മുലാഫി മുലാഫിലുള്ള സാധനം കളയണം. ഒന്നെങ്കിൽ അതേതാ മിൻ നൂനിൻ തലിൽ ഇറാബ് ഇറാമിനോട് അടുത്ത് വരുന്ന നൂന്, വഹിയ നൂന് തസ്നിയ നൂനിൽ ജമ്മ് വക്കഥാ മാ ഉൽഹിക മീമ അതുപോലെ അതിലേക്ക് ചേർക്കപ്പെടുന്ന മറ്റുള്ള നൂനുകളും. അത് തൻവീനെ കളയണം. ഒ ജുറൽ മുലാഫിലൈന് ജറ് ചെയ്യണം. ഫത്തക്കൂലു ഹാദാനി ഉലാമ സെയ്ദ് എന്ന് പറയും, ഹൗലായി ബനൂഹു എന്ന് പറയും, ഹാദാ സ്വാഹിബുഹു എന്ന് പറയും. വഖ്തുലിഫ ഫിൽ ജാരി ലിൽ മുലാഫിലൈഹി മുലാഫിലൈന് ജറ് ചെയ്യുന്ന വസ്തു എന്താണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു ഹുവ മജ്റൂറും ബി ഹർഫിൻ മുഖദ്ദറൻ സങ്കല്പിക്കപ്പെടുന്ന ഹർഫ് കൊണ്ട് ജറ് ചെയ്യപ്പെടും, അതേതാ ലാമ് അല്ലെങ്കിൽ മിന്ന് അല്ലെങ്കിൽ ഫി എന്നുള്ളത്. വക്കീല ചില ആൾക്കാർ പറഞ്ഞു ഹുവ മജ്റൂറും ബിൽ മുലാഫി അത് ജറ് ചെയ്യപ്പെടുന്നത് മുലാഫ് കൊണ്ടാണ്. വഹുവ സഹിയു മിൻ ഹാദിഹിൽ അഖ്വാലി ഈ കൗലിൽ നിന്ന് ഏറ്റവും സ്വഹിയായത് അതാണ്. സുമൽ ഇലാഫത്തു പിന്നെ ഇലാഫത്ത് തെക്കൂന് ബിമാനൽ ലാമി ഒന്നെങ്കിൽ ലാമിൻ്റെ അർത്ഥത്തിലാവും. ഇന്ത ജമീ നഹ്വീങ്ങളുടെ അധിക നഹ്വീങ്ങളുടെ അടുക്കണം. വസാമ ബഹ്ലും ചില ആൾക്കാർ വാദിച്ചു അന്നഹ തെക്കൂന് ഐലം ബിമാന മിൻ ഔഫി അതുപോലെ അത് മിന്നിൻ്റെ അർത്ഥത്തിലും ഫീയുടെ അർത്ഥത്തിലാകും. വഹുവ ഇഖ്തിയാർ മുസന്നിഫ് അതാണ് മുസന്നിഫിൻ്റെ അഭിപ്രായം. വൈല ഹാദാ ഷാറവി കോലിഹി ഇതിലേക്കാണ് മുസന്നിഫ് സൂചിപ്പിച്ചത് വൻവി മിൻ ഔഫി ഇല ആഖിരിഹി അബൈത്തിൽ കൊണ്ട് ഉദ്ദേശിച്ചത് അതാണ്. ലാബിത്ത് ദാലിക്ക അത് പറഞ്ഞതിൻ്റെ ക്ലിപ്തമാക്കൽ, ആ പറഞ്ഞതിൻ്റെ വ്യക്തത എന്താണ്? അന്നഹു ഇൻലം യസ്ലുഹ് ഇല്ലാ തഖ്ദീറു മിൻ ഔഫി മിന്നോ ഫിയോ അല്ലാത്തത് സങ്കല്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, മിന്നോ ഫിയോ അല്ലാത്ത അർത്ഥങ്ങൾ സങ്കല്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഫൽ ഇലാഫത്തു അപ്പോൾ ഇലാഫത്തു ബി മാനമ ഒന്നിൻ്റെ അർത്ഥത്തിലാണ്. തയ്യന തഖ്ദീറുഹു ഏതൊന്നാണ് സങ്കല്പിക്കാൻ പറ്റുന്നത് അതിൻ്റെ അർത്ഥത്തിൽ. മിന്നാണ് സങ്കല്പിക്കാൻ പറ്റുന്നതെങ്കിൽ മിന്നിൻ്റെ അർത്ഥത്തിൽ, ഫിയാണ് സങ്കല്പിക്കാൻ പറ്റുന്നതെങ്കിൽ ഫിയുടെ അർത്ഥത്തിൽ. വ ഇല്ല എന്നെ മിന്നും ഫിയും സങ്കല്പിക്കാൻ പറ്റുന്നില്ലെങ്കിലോ ഫൽ ഇലാഫത്തു ബി മാനല്ലാമി അപ്പോൾ ഇലാഫത്ത് ലാമിൻ്റെ അർത്ഥത്തിലായിരിക്കും. ഫയ തയ്യനു തഖ്ദീറു മിൻ എന്നെ മിൻ സങ്കല്പിക്കാൻ പറ്റുന്ന എപ്പോഴാണ്? എൻകാനൽ മുലാഫിലേഹി ജിൻസമിൽ മുലാഫിലേഹി മുലാഫിൻ്റെ ജിൻസാണെങ്കിൽ നഹു ഹാദാ സോബു ഹസിൻ വഹാത്തമു ഹദീദിൻ എന്ന് പറയുന്ന പോലെ തഖ്ദീറു ഹാദാ സോബു മിൻ ഹസിൻ എന്ന് പറയുക വഹാത്തമു മിൻ ഹദീദ് എന്ന് പറയുന്നത് പോലെ. വയത്ത അയ്യനു തഖ്ദീറു ഫി എന്നുള്ളത് തഖ്ദീർ ചെയ്യൽ സങ്കല്പിക്കാൻ പറ്റുന്നത് ഇൻകാനൽ മുലാഫിലേഹി ലൊർഫൻ മുലാഫിലേഹി ലൊർഫാവുക. എങ്ങനെ ലൊർഫ്? വാക്യം ഫിഹിൽ മുലാഫു ആ ലൊർഫിൽ മുലാഫ് സംഭവിച്ചിരിക്കണം. നഹു ആജബനി ലൊർബുൽ യൗമി സെയ്ദൻ ഹൈ ലൊർബു സെയ്ദിൻ ഫിൽ യൗമ ഇതൊക്കെ നേരത്തെ പറഞ്ഞു കേട്ടോ, അതുകൊണ്ടാണ് വിശദീകരിക്കാതെ. അള്ളാഹുവിൻ്റെ കൗലുണ്ട് ഇതുപോലെ ഇല്ലദീന യഊലൂന മിൻ നിസാഹിൻ തറബ്ബുസു അർബഅതി അശ്ഹുരിൻ. ഇപ്പോൾ തറബ്ബുസ് എന്നുള്ളത് മുലാഫാണ്, അർബഅത്ത് എന്നുള്ളത് മുലാഫിലേയാണ്. അതെന്താണ്? അപ്പോൾ തറബ്ബുസു ഫി അർബഅത്തി അശ്ഹുരിൻ ഫീൻ്റെ അർത്ഥത്തിലാണ്. അതുപോലെ അള്ളാഹിൻ്റെ കോല് മക്റുല്ലൈലി വന്നഹാർ മക്റുല്ലൈലി എന്നുള്ളത് കണ്ടില്ല ലൊർഫാണ്. അപ്പോൾ മക്റും ഫില്ലൈലി എന്ന അർത്ഥത്തിലാണ്. ഇനി ഫൈലമത്തായൻ തഖ്ദീറു മിൻ ഔ ഫി ഫല്ലിലാഫത്ത് ബിമാനല്ലാം മിന്നും ഫിയും സങ്കല്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ലാമിൻ്റെ അർത്ഥത്തിലായിരിക്കും. ഹാദാ ഉലാമ സെയ്ദിൻ വഹാദിയദു അംർ എന്ന് പറയുന്ന പോലെ. അപ്പോൾ എന്താ അർത്ഥം? ഉലാമലി സെയ്ദിൻ യദുല്ലി അംർ എന്ന് പറയുന്ന പോലെ. വഹ്ഷാറബി കൗലിഹി മുസന്നിഫിൻ്റെ കൗല് കൊണ്ട് സൂചിപ്പിച്ചു. വഖ്സുസ് അവലൻ ഇലാഹിർ കൊണ്ട് എന്താ സൂചിപ്പിച്ചത്? അബൈത്ത് കൊണ്ട് സൂചിപ്പിച്ചത് ഇല അന്നൽ ഇലാഫത്ത് അലാ കിസ്മൈൻ ഇലാഫത്ത് രണ്ട് വിധമാണ്, മഹ്ല് ഉണ്ട് ഗൈറു മഹ്ല് ഉണ്ട്. മഹ്ല് എന്ന് പറഞ്ഞാൽ ഈ ഗൈറു ഇലാഫത്തിൽ വസ്ഫിൽ മുഷാബിഹിൽ ലിൽ ഫീലിൽ മുലാരി ഇല മാമൂലിഹി മുലാരിയോട് സാദൃശ്യമുള്ള വസ്ഫിന് ഇലാഫത്ത് ചെയ്യാതിരിക്കൽ, ഇല മാമൂലിഹി അതിൻ്റെ മാമൂലിലേക്ക് ഇലാഫത്ത് ചെയ്യാതിരിക്കൽ, അതാണ് മഹ്ല് എന്ന് പറയുന്നത്. നമ്മളാദ്യം ഗൈറു മഹ്ലാണ് പറഞ്ഞത്. ഗൈറു മഹ്ൽ എന്ന് പറഞ്ഞാലോ ഇലാഫത്തുൽ വസ്ഫുൽ മദ്കൂർ മേലെ പറയപ്പെട്ട വസ്ഫ് അതായത് മുലാരിയോട് സാദൃശ്യമുള്ള വസ്ഫിന് ഇലാഫത്ത് ചെയ്യുക. കമാ സനദ്കുർഹു ബാദ് നമ്മളതിന് പിന്നെ വിശദമായിട്ട് പറയുന്നുണ്ട്. വഹാദിഹി ലാ തുഫീദുൽ ഇസ്മ ഇത് ഗൈറു മഹ്ലായ ഇലാഫത്ത് ഫായിദ വെപ്പിക്കുകയില്ല. അൽ അവല ഒന്നാമത്തതിന് അതായത് മുലാഫിന് ഫായിദ വെപ്പിക്കുകയില്ല, തഖ്സീസിനെയും ഫായിദ വെപ്പിക്കില്ല, താരീഫിനെയും
ഫായിദപ്പിക്കൂല. അലാമാ സനുബയ്യനു, അത് നമ്മൾ പിന്നെ വിശദീകരിക്കും. വൽ മഹൽ എന്ന് പറഞ്ഞാൽ ലേസത്ത് കദാലിക, അപ്രകാരമല്ല. വതുഫീദുൽ ഇസ്മൽ അവല, ഒന്നാമത്തെ ഇസ്മിനെ അത് ഫായിദ വെപ്പിക്കും, തഖ്സീസിനെ ഫായിദ വെപ്പിക്കും. ഇൻകാനൽ മുലാഫി ഇലൈഹി നഖിറ, മുലാഫി ഇലൈഹി നഖിറ ആണെങ്കിൽ നഹു ഹാദാ ഗുലാം ഇംറഅത്ത് എന്ന് പറയുന്ന പോലെ. വ താരീഫൻ, താരീഫിനെ ഫായിദ വെപ്പിക്കും. ഇൻകാന മുലാഫി ഇലൈഹി മാരിഫ, മുലാഫി ഇലൈഹി മാരിഫ ആണെങ്കിൽ നഹു ഹാദാ ഗുലാമു സൈദിൻ എന്ന് പറയുന്ന പോലെ. ഇനി അടുത്ത ബൈത്ത് വ യുഷാബിഹിൽ മുലാഫ് യഫ്അൽ, മുലാഫ് യഫ്അലു എന്നതിനോട് സാദൃശ്യമായാൽ വസ്ഫായ അവസ്ഥയിൽ, മുലാഫ് യഫ്അലു എന്നതിനോട് സാദൃശ്യമായാൽ വസ്ഫായ അവസ്ഥയിൽ സാദൃശ്യമായാൽ ഫഅൻ തൻകീരിഹി ലാ യുഅദലു, അപ്പോൾ അത് അതിൻ്റെ നെക്കിറയെ തൊട്ട് തെറ്റുകയില്ല എന്ന് പറഞ്ഞാൽ അതെപ്പോഴും നെക്കിറയായിട്ട് തന്നെ ബാക്കിയാവും. മരിഫയാവോ തഖ്സീസാവോ? ഇല്ല, തഖ്സീസും ഉണ്ടാവില്ല, താരീഫ് ഉണ്ടാവില്ലല്ലോ. ഗൈറു മഹ്ദിൽ നമ്മൾ പറഞ്ഞതാണ്. ഫഅൻ തൻകീരിഹി, അപ്പോൾ അത് നെക്കിറയെ തൊട്ട് ലാ യുഅദലു തെറ്റപ്പെടുകയില്ല, അതെപ്പോഴും നെക്കിറയായിട്ട് തന്നെ ഉണ്ടാവും, മരിഫയാവില്ല, തഖ്സീസാവില്ല. റുബ്ബ റാജീന അതിന് ഉദാഹരണമാണ്. 3 ഉദാഹരണം പറയുകയാണ്. റുബ്ബ റാജീന പോലെ, അലീമിൽ അമൽ പോലെ, മുറവ്വൽ കൽബ് പോലെ, കലീലിൽ ഹിയൽ പോലെ 4 ഉദാഹരണങ്ങൾ പറഞ്ഞു. വദിൽ ഇലാഫത്ത്, ഇനി ഇലാഫത്തുടേത് ഇസ്മുഹ ലഫ്ലിയ, ഈ ഇലാഫത്ത് അതട്ടോ. വദിൽ ഇലാഫത്തു, ഈ ഇലാഫത്ത് എന്ന് പറഞ്ഞാൽ ഫീൽ മുലാരിയോട് സാദൃശ്യമുള്ള വസ്തുവിനെ ഇലാഫത്ത് ചെയ്ത് തന്നില്ലേ, അതായത് ഗൈറു മഹദ്, അതാണ് ഈ ഇലാഫത്ത് എന്ന് പറയുന്നത്. ഗൈറു മഹദായ ഈ ഇലാഫത്ത് ഇസ്മുഹ ലഫ്ലിയ, അതിൻ്റെ പേരാണ് എന്ത്? ലഫ്ലിയാണ്. വത്തിൽക്ക മഹദ, ആ മഹദത്ത്, വത്തിൽക്ക ആൽ ഇലാഫത്ത്, ആ ഇലാഫത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് മഹൽ എന്ന് പറഞ്ഞില്ലേ, അത് മഹലത്തുൻ മഹദിയാണ്. അപ്പോൾ മാനവിയ, അതിനെന്തും പേരുണ്ട്, മാനവിയ എന്നും പേരുണ്ട്. ഹാദാ ഉൽ കിസ്മു സാനി, ഇത് 2ാമത്തെ കിസ്മാണ്. മിൻ കിസ്മയിൽ ഇലാഫത്ത്, ഇലാഫത്തിൻ്റെ കിസ്മുകളിൽ. അതായത് ഗൈറു മഹദ്. വലബത്തഹൽ മുസന്നിഫ്, അതിന് മുസന്നിഫ് ക്ലിപ്തപ്പെടുത്തിയത് ബിമാ ഇദാ കാനൽ മുലാഫ് വസ്ഫൻ, മുലാഫ് വസ്ഫായാൽ യുഷ്ബിഹു യഫ്അലുവിനോട് സാദൃശ്യമുള്ള വസ്ഫായി. യഫ്അലു എന്ന് പറഞ്ഞാൽ ഫീൽ മുലാരിയോട് സാദൃശ്യമുള്ള വസ്ഫായി. വഹുവ കുല്ലി ഇസ്മു ഫായിലിൻ, അതായത് എല്ലാ ഇസ്മു ഫായിലും ഇസ്മു മഫ്ഊല്. കാരണം അതെന്താ? ബിമാനൽ ഹാലി വൽ ഇസ്തിഖ്ബാലി, ഹാലിൻ്റെ ഇസ്തിഖ്ബാലിൻ്റെ അർത്ഥത്തിലായിരിക്കും. ഔ സിഫത്ത് മുഷബ്ബ വലാ തകൂനു ഇല്ലാ ബിമാനൽ ഹാലി, സിഫത്ത് മുഷബ്ബ എപ്പോഴും ഹാലിൻ്റെ അർത്ഥത്തിലായിരിക്കും. അപ്പോൾ ഇസ്മു ഫായിലിന് ഉദാഹരണം ഹാദാ ളാരിബു സൈദിൻ അൽ ആൻ ഔ ഗദൻ വഹാദാ റാജീന എന്ന് പറയുന്ന പോലെ. ഇനി ഇസ്മു മഫ്ഊലിന് ഉദാഹരണം ഹാദാ മദ്റൂബുൽ ലബ്, ഹാദാ മുറവ്വഉൽ കൽബ് എന്ന് പറയുന്ന പോലെ. ഇനി സിഫത്ത് മുഷബ്ബന് ഉദാഹരണം ഹാദാ ഹസനുൽ വജ്ഹി കലീലുൽ ഹിയലി അദീമുൽ അമലി എന്ന് ഉദാഹരണങ്ങൾ. ഫൈൻ കാനൽ മുലാഫ് ഗൈറൽ വസ്ഫേന്, മുലാഫ് വസ്ഫല്ലാത്തതായ, ഔ വസ്ഫൻ ഗൈറ ആമിലിൻ, അല്ലെങ്കിൽ ഗൈറ ആമിലായ വസ്ഫായി, അത് പറയും ഫൽ ഇലാഫത്ത് മഹദ, അപ്പോൾ അത് മഹദായ ഇലാഫത്താണ്. ഏതുപോലെ മസ്തർ പോലെ, നെഹ്വു അജിബ്തു മിൻ ലറബി സൈദിൻ, നമ്മൾ പറഞ്ഞില്ലേ അത് മഹദാണ്. ഇസ്മു ഫായിലാണ് ബിമാനൽ മാദി, മാദിൻ്റെ അർത്ഥത്തിലുള്ള നെഹ്വു ഹാദാ ളാരിബു സൈദിൻ അംസ് എന്ന് പറയുന്ന പോലെ. വഅശാറ ബി ഖൗലിഹി, എന്ന് മുസന്നിഫ് സൂചിപ്പിച്ചു ഫഅൻ തൻകീരിഹി ലാ യുഅദലു എന്നല്ലേ. ഇല അന്ന ഹാദൽ കിസ്മ മിനൽ ഇലാഫത്തി, ഈ കിസ്മ അതിന് ഗൈറു മഹദ് എന്ന കിസ്മ ലാ യുഫീദു തഖ്സീസും വലാ താരീഫൻ, അത് തഖ്സീസിനും താരീഫിനും ഫായിദപ്പിക്കില്ല. വലിദാലിക തദ്ഖുലു, അതുകൊണ്ട് അതിൽ പ്രവേശിക്കാൻ പറ്റും റുബ്ബ എന്ന് പ്രവേശിക്കാം. അലിഹി, അതിൻ്റെ മേൽ. നക്കിറക്ക് മാത്രമേ എന്ത് പ്രവേശിക്കാൻ പറ്റുള്ളൂ? റുബ്ബ എന്ന് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മാരിഫും മഖ്സൂസും ആവില്ലല്ലോ, അപ്പോൾ റുബ്ബ എന്ന് പ്രവേശിക്കാം. വൈൻകാന മുലാഫല്ലി മാരിഫത്തിൻ, മാരിഫക്കുള്ള മുലാഫാണെങ്കിലും ശരി. നെഹ്വു റുബ്ബ റാജീന വതൂസഫ് ബിഹിൻ നക്കിറ, അതുകൊണ്ട് നക്കിറക്ക് വസ്ഫ് പറയാൻ പറ്റും. നെഹ്വു കോലി താല ഹദിയം ബാലിഗൽ കാബത്തി എന്ന് പറയുന്ന പോലെ. വൈന്നമായ യുഫീദു തഖ്ഫീഫ, മറിച്ച് ഇതെന്താണ് ഫായിദ വെപ്പിക്കുക? തഖ്ഫീഫിനാണ് ഫായിദ വെപ്പിക്കുക. വ ഫായിദത്തുഹു തർജിഉൽ ലഫ്ലി, അത് അപ്പോൾ ഇതിൻ്റെ ഫായിദ എന്തിലേക്കാണ് മടങ്ങുന്നത്? ലഫ്ലിനാണ് ഇതിൻ്റെ ഫായിദ കിട്ടുന്നത്. ഫലിദാലിക സുമിയത്തുൽ ഇലാഫത്ത് ഫി ലഫ്ലിയ എന്ന് പേര് വെക്കാനുള്ള കാരണം അതാണ്. പിന്നെ 1ാമത്തെ കിസ്മ ഫയുഫീദു തഖ്സീസൻ ഔ താരീഫൻ, അത് തഖ്സീസിനെയും താരീഫിനെയും ഫായിദ വെപ്പിക്കും. കമാതക്കഥ നേരത്തെ പറഞ്ഞതുപോലെ. ഫലിദാലിക സുമിയത്തുൽ ഇലാഫത്ത് ഫി മാനവിയ, അതുകൊണ്ടാണ് മാനവിയ എന്ന് പേര് വെച്ചത്. വസുമിയത്ത് മഹദൻ ഐലൻ, അതുപോലെ മഹദൻ എന്ന് പേര് വെച്ചു. ലിയന്നഹ ഖാലിസത്തുൻ, കാരണം അത് രക്ഷപ്പെട്ടതാണ്. മിൻ നിയ്യത്തുൽ ഇൻഫസാലി, വേർപിരിക്കുന്നതിനെ ഉദ്ദേശിക്കുന്നതിന് തൊട്ട് രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞാൽ വേർപിരിക്കാൻ നമുക്ക് പറ്റില്ല, എപ്പോഴും ഇലാഫത്ത് അവിടെ ഉണ്ടാവണം. വേർപിരിക്കുന്നതിനെ ഉദ്ദേശിക്കുന്നതിന് തൊട്ട് അത് രക്ഷപ്പെട്ടതാണ്. ബിഖിലാഫ് ഖൈറു മഹദ്, ഖൈറു മഹദിനെതിരായിട്ട്. ഫൈനഹ കാരണം ഖൈറു മഹദ് എന്നുള്ളത് അലാ തഖ്ദീരിൽ ഇൻഫിസാലി, അവിടെ എന്ത് പറ്റും? വേർപിരിക്കാൻ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും, വേർപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഹാദാ ളാരിബു സൈദിൽ അൽ ആൻ എന്നതിനെ എങ്ങനെ പറയാം? ഹാദാ ളാരിബുൻ സൈദൻ എന്ന് പറയാവുന്നതാണ്. വമാനഹുമാ മുത്തഹിദൻ, രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. വൈനമാ ഉളീഫ തൊലബൽ ലിൽ ഖിഫത്തി, അപ്പോൾ രണ്ടും ഒന്നാണെങ്കിൽ പിന്നെ എന്തിനാ അതിനെ ഇലാഫത്ത് ചെയ്തത്? തൊലബൽ ലിൽ ഖിഫത്തി, തഖ്ഫീഫ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ ഇലാഫത്ത് ചെയ്തത്. അവിടെ അർത്ഥ വ്യത്യാസമൊന്നുമില്ല.
ഫവസ്ലു അൽ ബിദൽ മുലാഫി മുത്തഫർ ബിദൽ മുലാഫി ഈ മുലാഫിലേക്ക് അൽ ചേർക്കൽ എന്താണ് മുഖ്തഫർ പൊറുക്കപ്പെടുന്നതാണ്, അനുവദിക്കപ്പെടുന്നതാണ്. ഏത് മുലാഫിലേക്ക്? ഖൈറു മഹദിലെ മുലാഫില്ലേ അതിലേക്ക് അൽ ചേർക്കൽ മുഖ്തഫർ അനുവദിക്കപ്പെടുന്നതാണ്. എപ്പോൾ? ഇൻ വുസിലത്ത് ആ അൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ബിസാനി രണ്ടാമത്തതിൽ അൽ ചേർന്നിട്ടുണ്ടെങ്കിൽ, അതായത് മുലാഫിലയിൽ അൽ ഉണ്ടെങ്കിൽ, ഏതുപോലെ കൽ ജാദ് ഷർ എന്ന് പറയുന്ന പോലെ. ഔ അല്ലെങ്കിൽ ബില്ലതി ഒന്നിൽ അലിഫ്ലാം ചേർന്നിട്ടുണ്ടെങ്കിൽ, ഔ വുസിലത്ത് ബിസാനി രണ്ടാമത്തേൽ അലിഫ്ലാം ചേരുക, ഔ ബില്ലതി അല്ലെങ്കിൽ വുസിലത്ത് ബില്ലതി ഒന്നിൽ അലിഫ്ലാം ചേരുക. എങ്ങനത്തെ ഒന്നിലേക്ക്? ലൗ ഉലീഫ സാനി ആ ഒന്നിലേക്ക് രണ്ടാമത്തത് ഇലാഫ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുലാഫി ഇലൈഹി ഇലാഫത്ത് ചെയ്യപ്പെട്ടതിൽ എന്തുണ്ടാവുക? അൽ ഉണ്ടാവുക. ഏതുപോലെ കസൈദുല്ലാരിബു റഹ്സിൽ ജാനി എന്ന് പറയുന്ന പോലെ. ലയജൂദു ദുഖൂലു അലിഫ്ലാം പ്രവേശിക്കൽ അനുവദനീയമല്ല അലൽ മുലാഫിൽ അല്ലതി ഇലാഫത്ത് ഹുമാളം മഹലാണെങ്കിൽ മുലാഫിൽ അലിഫ്ലാം ഉണ്ടാവില്ല. അപ്പോൾ എന്ത് പറയൂല? ആദാ അൽ ഗുലാമുർ റജുലി എന്ന് പറയൂല. കാരണം ഇലാഫത്ത് എന്നുള്ളത് മുനാഫിയത്തിൽ അലിഫ്ലാമിനെ നിരോധിക്കുന്നതാണ്. ഫലായുജുമ ബൈനമോ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അമ്മാമാക്കാനത്ത് ഇലാഫത്ത് ഗൈർ മഹലായ ഇലാഫത്ത് വഹുൽ മുറാദ് ബി കൗലിഹി ബിദൽ മുലാഫ് എന്നുകൊണ്ട് മുസന്നിഫ് ഉദ്ദേശിച്ചത് ഗൈർ മഹലിനെയാണ്. ഐ ബിഹാദൽ മുലാഫില്ലതി തഖദ്ദമൽ കലാമു ഫീഹി നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിലുള്ള മുലാഫ് കബല ഹാദൽ ബൈത്ത് ഈ ബൈത്തിന് മുമ്പ് പറഞ്ഞ മുലാഫ് അതേതാ? ഗൈർ മഹലിലുള്ള മുലാഫ്. ഫക്കാനൽ കിയാസ് അയ്യൻ യക്തലി അതിലുള്ള കിയാസ് എന്താണ്? യക്തലി അല്ലാത്ത അതുപോലെ അലിഫ്ലാം അതിൽ പ്രവേശിക്കാൻ പാടില്ല. അലൽ മുലാഫി ഗൈർ മഹലിലും അലിഫ്ലാം പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ് കിയാസ്. ലിമാ തഖദ്ദമ അന്നുഹുമാ മുതആഖിബാനി കാരണം അത് രണ്ടും ഒരിക്കലും അടുത്ത് വരില്ല എന്നുള്ളതാണ്. വലാക്കിൻ ലമ്മാ കാനത്തിൽ ഇലാഫത്ത് ഫീഹി അലാ നിയത്തിൽ ഇൻഫിസാൽ പക്ഷേ ഗൈർ മഹലിൽ ഇലാഫത്ത് എന്താണ്? വേർപ്പെടുത്താൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഒത്തുഫിറ ദാലിക അതിൽ അലിഫ്ലാം അനുവദിക്കപ്പെടും. ബി ഷർത്തുണ്ട് അല്ല അൻ തദ്ഖുലൽ അലിഫു വല്ലാമ അലിഫ്ലാം പ്രവേശിക്കണം അലൽ മുലാഫിലേഹി മുലാഫിലേയിലും അലിഫ്ലാം ഉണ്ടാവണം. ഏതുപോലെ ജാദ് ഷർ എന്ന് പോലെ അല്ലാരിബ് റജുൽ എന്ന് പറയും പോലെ. അല്ലെങ്കിൽ ഔ അല അല്ലെങ്കിൽ അലിഫ്ലാം ഉണ്ടാവണം അലാമ ഒന്നിൻ്റെ മേൽ ഉലീഫയിലെയും മുലാഫിലെയും ചേർക്കപ്പെട്ട ഒന്നിൽ അലിഫ്ലാം ഉണ്ടാവണം. സയ്യിദുല്ലാരിബ് റസുൽ ജാനി എന്ന് പറയുന്നത് പോലെ. ഫൈലം തദ്ഖുൽ അലിഫ്ലാം അലൽ മുലാഫിലി അങ്ങനെ അലിഫ്ലാം മുലാഫിലയിലില്ല. വല അലാമ ഉദീഫയിലയിൽ മുലാഫിലയിൽ ചേർക്കപ്പെട്ട ഒന്നിലും ഇല്ലെങ്കിൽ ഇംതനായത്തുൽ മസലത്തു ഈ മസല തടയപ്പെടും. അലിഫ്ലാം പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് പറയാൻ പറ്റില്ല? ഹാദല്ലാരിബ് റജുൽ എന്ന് പറയാൻ പറ്റില്ല. ഹാദല്ലാരിബ് സെയ്ദ് എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ഹാദല്ലാരിബ് റസുൽ ജാനി എന്ന് പറയാൻ പറ്റില്ല. ഹാദ ഇൻകാനൽ മുലാഫ് ഗൈർ മുസന്ന ഇതെപ്പോഴാണ്? മുലാഫ് ഗൈർ മുസന്ന ആയാലൊഴികെ വല മജ്മുഅൻ ജമ്മ ആയാൽ ഒഴികെ ജമ്മു സാലിമത്തിൽ മുദക്കർ ജമ്മു മുദക്കർ സാലിമായാൽ ഒഴികെ. അങ്ങനെ ജമ്മു മുദക്കർ ആയാലോ വയദുഖുലു ഫി ഹാദ ഇതിൽ പ്രവേശിക്കും അൽ മുഫ്രദ് പ്രവേശിക്കും. കമാ മുസ്ല നേരത്തെ പറഞ്ഞതുപോലെ. ഓ ജമ്മു തക്സീറും പ്രവേശിക്കും. അപ്പോൾ എന്ത് പറയാൻ പറ്റൂല? അല്ലവാരിബ് അല്ലുറാബ് അർറജുലി ഔ ഗുലാമുർ റജുലി എന്ന് പറയാൻ പറ്റൂല. ഗുലാമുർ റജുൽ എന്ന് പറയാം. കാരണം എന്താണ്? അതൊക്കെ പറയാം കേട്ടോ. അല്ലവാരിബ് അല്ലെങ്കിൽ അല്ലുറാബ് അർറജുലി എന്ന് പറയാം. കാരണം റജുലി എന്ന് മുലാഫിലിന് അലിഫ്ലാം ഉണ്ടല്ലോ. ഗുലാമുർ റജുലി മുഫ്രദിന് റജുലിന് അലിഫ്ലാം ഉണ്ട്. ഇനി ജമ്മു മുദക്കർ സാലിമോ മുസന്നിയ ആയാലേ അവിടെ എന്താവശ്യമില്ല? മുലാഫിലയിൽ അലിഫ്ലാം ആവശ്യമില്ല. അല്ലെങ്കിൽ മുലാഫിലയിൽ ചേർക്കപ്പെട്ട ഒന്നിലും അലിഫ്ലാം ആവശ്യമില്ല. അതിലെന്ത് മതി? ജമ്മു മുദക്കർ സാലിമോ മുസന്നിയ ആയാൽ തന്നെ മതി. അതാണ് അവിടെ പറഞ്ഞത്. ഇനി മുലാഫ് മുസന്നിയോ മജ്മു ആയാൽ ജമ്മ സലാമത്തിൽ മുദക്കർ ജമ്മു മുദക്കർ സാലിമോ ആയാൽ കഫ വജൂദുഹ ഫിൽ മുലാഫി അലിഫ്ലാം എന്തിനു മാത്രം ഉണ്ടായാൽ മതി? മുലാഫിൽ മാത്രം ഉണ്ടായാൽ മതി. മുലാഫിലയിൽ അലിഫ്ലാം വേണമെന്നില്ല. വലം മിസ്തർത്ത് വജൂദുഹ ഫിൽ മുലാഫിലേഹി അലിഫ്ലാം മുലാഫിലയിൽ ഉണ്ടാവണമെന്നില്ല. ഓഹോ മുറാദ് ബി കൗലി അതാണ് മുസന്നിഫിൻ്റെ കൗലിൻ്റെ ഉദ്ദേശം. വകൗനുഹ ബിൽ വസ്ഫി കാഫിൻ വകൗനുഹ അലിഫ്ലാം ഉണ്ടാവൽ ഫിൽ വസ്ഫിൽ ഉണ്ടാവൽ. വസ് ഏതാണ്? മുലാഫല്ലേ. മുലാഫിൽ അലിഫ്ലാം ഉണ്ടാവൽ കാഫി മതിയാകും. ഇൻ വക്കാ മുസന്ന അത് മുസന്നയായിട്ട് സംഭവിച്ചാൽ ഔ ജമ്മായിട്ട് സംഭവിച്ചാൽ. എങ്ങനത്തെ ജമ്മ്? സബീലഹു മുസന്നയുടെ മാർഗത്തെ ഇത്തവ പിന്തുടർന്ന ജമ്മു രണ്ട് വിധമുണ്ട്. ജമ്മു മുന്നസ് സാലിമുണ്ട്, ജമ്മു മുദക്കർ സാലിമുണ്ട്. ജമ്മു മുന്നസ് സാലിമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുസന്നയെ പിന്തുടർന്ന ജമ്മയിലേക്ക് എന്താ? മുസന്നനെ പോലത്തുള്ള ജമ്മേതാ? മുസ്ലിമാനി അതിൻ്റെ റഫ് അലിഫ് കൊണ്ടാണ് ജർറു നസ്ബി ആവുകൊണ്ടല്ലേ. മുസ്ലിമൂന റഫ് വാവ് കൊണ്ടാണ് ജർറു നസ്ബി ആവുകൊണ്ടല്ലേ. അപ്പോൾ മുസന്നയെ പിന്തുടർന്ന ജമ്മു എന്ന് പറഞ്ഞാൽ ജമ്മു മുദക്കർ സാലിമാണ്. അതാണ് പറഞ്ഞത് ജംഅൻ ഒരു ജമ്മും. എങ്ങനത്തെ ജമ്മാണ്? സബീലഹു മുസന്നയുടെ മാർഗത്തെ ഇത്തബ് പിന്തുടരുന്ന ജമ്മു. അപ്പോൾ ജമ്മു മുന്ന സാലിമായ ശരിയാവില്ല. ഐ വുജൂദുൽ അലിഫ് വല്ലാമി ഫിൽ വസ്ഫിൽ മുലാഫി
മുലാഫിൻ ആയ വസ്ഫിൽ അലിഫ്ലാം ഉണ്ടായാൽ അത് മതിയാകും. ഇതാക്കാണ് മുസന്ന ആയാൽ ജമ്മായാൽ എങ്ങനെ ജമ്മ ഇത്തബാ സബീൽ അൽ മുസന്നയുടെ മാർഗത്തെ പിന്തുടരുന്ന ജമ്മായാൽ അലാ ഹദ്ദുൽ മുസന്ന, അതായത് മുസന്നയുടെ രീതിയിലുള്ള ജമ്മു. വഹുവ ജമ്മു മുദക്കർ സാലിമാണ്. യോനി അത് ഐശ്വര്യമാക്കും അൻവുജൂദി ഹഫിൽ മുലാഫിലേഹി, മുലാഫിയിലയിൽ അലിഫ്ലാം ഉണ്ടാകുന്നതിനെ തൊട്ട് ഐശ്വര്യമാക്കുന്നതിന് മുലാഫിലയിൽ അലിഫ്ലാം ആവശ്യമില്ല. ഫത്തക്കൂലു അപ്പോൾ എന്താ പറയുക, ഹാദാനി അള്ളാരിബ സെയ്ദി, ഇവിടെ സെയ്ദിൽ അലിഫ്ലാം ഉണ്ടോ? ആവശ്യമില്ല. കാരണം എന്താ, ദ്വാരിബ എന്നത് മുസന്നയായി, അത്ര മതി. വഹാവുലായി അള്ളാരിബു സെയ്ദിൻ, ഇവിടെ സെയ്ദിൽ അലിഫ്ലാമില്ല. കാരണം എന്താ, ദ്വാരിബു എന്നുള്ളത് ജമ്മു മുദക്കർ സാലിമേ. വതുഹദഫുൻ നൂനിൽ ഇലാഫത്തി, ഇവിടെയൊക്കെ ദ്വാരിബൂന, നൂന് കളഞ്ഞ എന്തിനു വേണ്ടിയിട്ടാണ്, ഇലാഫത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞതാണ്. വലാ ഇലാഫ് ഇസ്മുൻ ലിമ ബിഹിത്തഹദ് മാനൻ അവ്വിൽ മൂഹിമൻ ഈദാവറത്, ഒരു ഇസ്മി ഇലാഫത്ത് ചെയ്യപ്പെടുകയില്ല ലിമ ഒന്നിനോട്, ബിഹിത്തഹദ അതിനോട് യോജിച്ച ഒന്നിനോട്, മാനൻ അർത്ഥത്തിൽ യോജിച്ച ഒന്നിനോട് ഇലാഫത്ത് ചെയ്യപ്പെടുകയില്ല. അവ്വിൽ നീ തഅ്വീൽ ചെയ്യണം, മൂഹിമൻ അങ്ങനെ ധരിപ്പിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വസ്തുവിനെ നീ തഅ്വീൽ ചെയ്യണം. ഇദാവറത് അത് വന്നാൽ, അപ്രകാരം ഒരേ അർത്ഥത്തിലുള്ളത് ഇലാഫത്ത് ചെയ്യപ്പെട്ടതായിട്ട് വന്നാൽ നീ എന്താക്കണം, നീ തഅ്വീൽ ചെയ്യണം. അൽ മുലാഫി യതഖസ്സസു ബിൽ മുലാഫിലേഹി, മുലാഫിലേ കൊണ്ട് തഖ്സീസ് ഉണ്ടാവും നമ്മൾ പറഞ്ഞു. അതുപോലെ യതാറഫു ബിഹി, മുലാഫിലേ കൊണ്ട് മാരിഫയോ ആകും. ഫലാബിദ്ദമിൻ കോനിഹി ഗൈറഹു, അപ്പോൾ മുലാഫിലേഹി ആവൽ അത്യാവശ്യമാണ്. ഗൈറഹു മുലാഫ് അല്ലാത്തതാവണം, മുലാഫിലേഹി മുലാഫ് അല്ലാത്തതാവണം, വേറൊരു വസ്തുവാണ്. ഇത് കാരണം ലാ യതഖസ്സസ് ഷൈഉൻ, ഒരു വസ്തുവും തഖ്സീസ് ആവുകയില്ല. ഔ യതഅറഫു, ഒരു വസ്തു മാരിഫ ആവുകയില്ല. ബിനഫ്സി, സ്വന്തം കൊണ്ട് തന്നെ മാരിഫ ആവില്ല. റജുൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാരിഫ ആവില്ല. വലാ യുലാഫി ഇസ്മുൻ ലിമാ ബിഹി ഇത്തഹദ ഫിൽ മാന, അപ്പോൾ ഒരു ഇസ്മു അതിൻ്റെ അർത്ഥത്തിലുള്ള ഒരു വസ്തുവിലേക്ക് ഇലാഫ ചെയ്യപ്പെടുകയില്ല. ഏതുപോലെ മുത്തറാദിഫ് പോലെ, മൗസൂഫിൻ സിഫത്ത് പോലെ. അപ്പോൾ പറയൂല കംഹുബർ ബുറി എന്ന് പറയൂല, റജുലും കായിം എന്ന് പറയൂല. ഒമാവറത മൂഹിമൻ ലിദാലിക, ഞാൻ അങ്ങനെ തോന്നിപ്പിക്കുന്ന വല്ലതും വന്നാൽ അവല് തഅ്വീൽ ചെയ്യണം. ഏതുപോലെ കൗലിഹിം സഈദു ഖുർസിൻ എന്ന് പറയാൻ പറയും. ഫലാഹിർ ഹാദ അന്നുഹു മിൻ ഇലാഫത്ത് ഷൈഇൻ ഇലാംസി, അപ്പോൾ ഈ സയ്യിദ് എന്ന് പറഞ്ഞാലും ഖുർസ് എന്ന് പറഞ്ഞാലും രണ്ടും ഒരേ ആളാണ്. അപ്പോൾ ഒരേ സാധനം ഇലാഫത്ത് ചെയ്യപ്പെട്ടു. ലിയനൽ മുറാദ് ബി സയ്യിദ്, അപ്പോൾ ഇവിടെ സയ്യിദ് കൊണ്ടുള്ള ഉദ്ദേശം ഖുർസ് കൊണ്ടുള്ള ഉദ്ദേശം ഒന്ന് തന്നെയാണ്. ഫയു അവലുൽ അവൽ, അപ്പോൾ ഒന്നാമത്തെ നമ്മൾ എങ്ങനെ തഅ്വീൽ ചെയ്യണം, ബിൽ മുസമ്മ എന്ന് തഅ്വീൽ ചെയ്യണം. സാനി ബിൽ ഇസ്മാനെന്ന് തഅ്വീൽ ചെയ്യണം. അപ്പോൾ എങ്ങനെ നമ്മൾ പറയും, ജാഅനി മുസമ്മ ഖുർസി എന്ന് പേര് വിളിക്കപ്പെട്ട ആൾ വന്നു നോക്കണം. മുസമ്മ ഹാദൽ ഇസ്മു, ഈ പേര് വിളിക്കപ്പെട്ട ആൾ വന്നു എന്ന് തഅ്വീൽ ചെയ്യണം. വഹാദാലിക യുഅവ്വലു മാ അശ്ബഹ ഹാദാ മിൻ ഇലാഫിൽ മുതറാദിഫൈനി, ഇതുപോലെയാണ് ഇതിനോട് സാദൃശ്യമുള്ള എല്ലാത്തിനും നമ്മൾ തഅ്വീൽ ചെയ്യേണ്ടത്. അതുപോലെ യൗമുൽ ഖമീസ് നമ്മൾ നേരത്തെ തഅ്വീൽ ചെയ്തില്ലേ. വഅമ്മ മാ ളാഹിറു ഇലാഫത്തുൽ മൗസൂഫ് ഇലാ സിഫത്തിഹി, ഇനി സിഫത്തിന് മൗസൂഫിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടാൽ ഫമുഅവ്വലിൻ, അപ്പോൾ അതിനെങ്ങനെ തഅ്വീൽ ചെയ്യണം, അലാ ഹദ്ഫിൽ മുലാഫിലേക്ക് കളയപ്പെട്ടിട്ടുണ്ട്. അൽ മൗസൂഫ് ബിതിൽക സിഫത്തി, ആ സിഫത്ത് കൊണ്ട് വിശേഷണം പറയപ്പെട്ട മുലാഫിലേക്ക് കളയപ്പെട്ടിട്ടുണ്ട്. ഏതുപോലെ ഹബ്ബത്തുൽ ഹംകാ എന്ന് പറയുന്ന പോലെ സ്വലാത്തുൽ ഊല, അപ്പോൾ എങ്ങനെ ശരിക്കും വേണ്ടത് ഹബ്ബത്തുൽ ബക്ലത്തുൽ ഹംകാ വസലാത്തു സാഅത്തുൽ ഊല. ഫൽ ഹംകാ എന്നുള്ളത് സിഫത്തുൽ ബക്ലക്കുള്ള സിഫത്താണ്, ലാലിൽ ഹബ്ബക്കുള്ളതല്ല. വൽ ഊല എന്നുള്ളത് സിഫത്തുൽ സാഅത്തിനുള്ള സിഫത്താണ്, ലാലി സ്വലാത്തിനുള്ള സിഫത്തല്ല. സുമ്മ ഹുദിഫൽ മുലാഫി, ഇവിടെ മുലാഫിലീനെ കളഞ്ഞു. സ്വഹുവ ബക്കലതിനെ കളഞ്ഞു, സായത്തിനെ കളഞ്ഞു. എന്നിട്ട് വൗക്കീമത് സിഫത്തുഹു മക്കാമുഹു, ആ മുലാഫിലീൻ്റെ സ്ഥാനത്ത് സിഫത്തിനെ കൊണ്ടുവന്ന് വെച്ചു. ഫസാറ ഹബ്ബത്തുൽ ഹംകാ സ്വലാത്തുൽ ഊലാന്നായി. ഫലം യുലഫ് അൽ മൗസൂഫ് ഇലാ സിഫത്തിഹി, അപ്പോൾ ഇവിടെ മൗസൂഫ് സിഫത്തിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടിട്ടില്ല. ബൽ ഇലാ സിഫത്ത് ഗൈരിഹി, വേറൊന്നിൻ്റെ സിഫത്തിലേക്കാണ് ഇവിടെ ഇലാഫത്ത് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് സ്പീഡ് അർത്ഥം വെച്ചുകൊണ്ട് പോയത്. മനസ്സിലാത്ത കാര്യങ്ങൾ ചോദിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.